എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബന്ധു നിയമന വിവാദത്തിൽ മന്ത്രി ഇ പി ജയരാജനെതിരെ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം. രാജ്യസന്നദ്ധത അറിയിച്ച് ഇ.പി. അന്തിമ തീരുമാനം നാളെ. വിവാദ നിയമനങ്ങൾ ചീഫ് സെക്രട്ടറി അന്വേഷിക്കും. ബന്ധു നിയമനം സ്വജനപക്ഷപാതം തന്നെയെന്ന് മുഖ്യമന്ത്രി. ബി.ജെ.പിയുടെ സംസ്ഥാന ഹർത്താൽ പൂർണ്ണം. ഗതാഗതം സ്തംഭിച്ചു. പരക്കെ അക്രമം. പാലക്കാട്ട് 3 ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് വെട്ടേറ്റു. മാധ്യമപ്രവർത്തകർക്ക് നേരെയും അക്രമം. രാഷ്ട്രീയ കൊലപാതകത്തിൽ കേന്ദ്രം കേരളത്തോട് റിപ്പോർട്ട് തേടി. ഏകീകൃത സിവിൽ കോഡിൽ നിയമ കമ്മീഷനുമായി സഹകരിക്കില്ലെന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. ന്യൂനപക്ഷ വിഷയങ്ങളിലെ കോൺഗ്രസ് നിലപാടിൽ ലീഗിന് തൃപ്തി. ഐഎസിന്റെ പേരിൽ കേന്ദ്രം മുസ്ലിങ്ങളെ വേട്ടയാടുമ്പോൾ കോൺഗ്രസിന് മൗനമെന്ന് പരാതി. ഇന്ത്യക്കെതിരെ ഭീകരാക്രമണത്തിനൊരുങ്ങി ജെയ്ഷെ മുഹമ്മദ്. ഭീകരർക്ക് കടക്കാൻ അതിർത്തിയിൽ സഹായിക്കണമെന്ന് പാക് സർക്കാരിനോട് മസൂദ് അസർ. യുഎനിൽ പാകിസ്ഥാനെതിരെ കടുത്ത നിലപാടുമായി ഇന്ത്യ. സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം അമേരിക്കൻ പാട്ടെഴുത്തുകാരൻ ബോബ് ഡൈലന്. മഹത്തായ അമേരിക്കൻ സംഗീതശാഖയ്ക്ക് ഡൈലൻ നവകാവ്യ ഭാവുകത്വം നൽകിയെന്ന് നൊബേൽ സമിതി. ബന്ധു നിയമന വിവാദത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജനെതിരെ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്താൻ വിജിലൻസ് ഡയറക്ടർ തീരുമാനിച്ചത്. വിജിലൻസിന്റെ പ്രത്യേക യൂണിറ്റാണ് അന്വേഷിക്കുക. സ്വജനപക്ഷപാതത്തിന് അഴിമതി നിരോധന നിയമപ്രകാരം ഇ പി ജയരാജനെതിരെ അന്വേഷണം നടത്തണമെന്നാണ് വിജിലൻസിന്റെ നിയമോപദേശകർ ഡയറക്ടറെ അറിയിച്ചത്. ലളിതകുമാരി കേസിന്റേതടക്കമുള്ള വിധിന്യായങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ നിയമോപദേശം നൽകിയത്. ഉച്ചയ്ക്ക് ശേഷം നിയമോപദേഷ്ടാവ് സി അഗസ്റ്റിൻ അടക്കമുള്ളവരുമായി വിജിലൻസ് ഡയറക്ടർ വീണ്ടും കൂടിക്കാഴ്ച നടത്തി. 2 മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അന്വേഷണത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമായത്. ഇ.പിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി നാളെ തിരുവനന്തപുരത്തെ വിജിലൻസ് പ്രത്യേക കോടതി പരിഗണിക്കുമ്പോൾ അന്വേഷണം ആരംഭിച്ച കാര്യം കോടതിയെ അറിയിക്കും. ഹർജിയിൽ ഉന്നയിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കാമെന്ന നിലപാടും വിജിലൻസ് സ്വീകരിച്ചേക്കുമെന്നാണ് സൂചന. അതേസമയം കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്തെ നിയമനങ്ങളും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് കരയ വിഭാഗം നേതാവ് AK ഹാഫിസ് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്മേലുള്ള തുടർ നടപടികളും വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാം എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യമെങ്കിലും പരാതിയിൽ കഴമ്പുണ്ടെന്ന് അന്വേഷണത്തിലൂടെ കണ്ടെത്തിയാൽ മാത്രമേ കേസെടുക്കാൻ കഴിയൂ എന്ന നിലപാടാണ് വിജിലൻസിനുള്ളത്. ഹണിമൂൺ കാലം കഴിഞ്ഞ ഇടത് സർക്കാരിനേറ്റ ആദ്യ തിരിച്ചടിയാണ് ഇ.പിക്കെതിരായ പ്രാഥമിക അന്വേഷണം. പ്രാഥമിക അന്വേഷണത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാൽ FIR രജിസ്റ്റർ ചെയ്യാതെ വിജിലൻസിന് മുന്നോട്ട് പോകാനുമാകില്ല. അതോടെ ഇടത് സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലാകുകയും ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് സൈഫ് സൈനുലാബ്ദീൻ, റിപ്പോർട്ടർ. ഷിതിൽ ഷി ടി കുഞ്ഞുകണ്ണൻ, CP ജോൺ, PM മനോജ്, ഡീൻ കുര്യാക്കോസ്, അഡ്വക്കേറ്റ് ജയശങ്കർ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം PM മനോജ്, CPIMന്റെ നിലപാട് ഔദ്യോഗിക പദവിയിൽ ഇരിക്കുമ്പോൾ അന്വേഷണം നേരിടുന്നു എങ്കിൽ ആ അന്വേഷണ കാലയളവിൽ ആ പദവിയിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതായിരുന്നുവല്ലോ. ഇപ്പോഴും അതേ നിലപാട് തന്നെയാണോ? CPIM നിലപാട് മാറ്റിയതായിട്ട് നമുക്കാർക്കും അറിയില്ലല്ലോ. നാളെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിൽ ഇത് സംബന്ധിച്ച് തീരുമാനം ഉണ്ടാവുമെന്ന് CPIM ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി പറഞ്ഞിട്ടുമുണ്ട്. ആ നിലയ്ക്ക് യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിലാകെ നടന്ന RSS അക്രമം ചർച്ച ചെയ്യുന്നതായിരുന്നു ഉചിതം. സാധാരണ മാധ്യമപ്രവർത്തകർ അങ്ങനെയാണല്ലോ ചെയ്യുക. പക്ഷേ ദൗർഭാഗ്യവശാൽ ആളുകൾക്ക് ഇത് താല്പര്യം ഉണ്ടാവുമെന്ന് കണ്ടിട്ടാവും നിങ്ങൾ ഈ കാര്യം ചർച്ചയ്ക്കെടുത്തു. അങ്ങനെ ചർച്ചയ്ക്കെടുക്കുമ്പോൾ ഇന്ന് സർക്കാർ എടുത്ത നടപടികൾ, ഇന്ന് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചില കാര്യങ്ങൾ പുറത്തു പറഞ്ഞിട്ടുണ്ട്. അതൊന്ന്, ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ MD ജനറൽ മാനേജർ നിയമനങ്ങൾ, ആ നിയമനങ്ങൾ നടക്കുമ്പോൾ അതിനു മുമ്പ് നിർബന്ധമായും വിജിലൻസ് പരിശോധന നടത്തിയതിനു ശേഷം ക്ലിയറൻസ് റിപ്പോർട്ട് വേണമെന്നാണ്. ഇനിയുള്ള നിയമനങ്ങൾ അത് സ്വജനപക്ഷപാതം ഒഴിവാക്കാനായി നിയമനിർമ്മാണം നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്തരം പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ കഴിഞ്ഞ 5 വർഷം നമ്മൾ കാണാത്തതായിരുന്നു. കഴിഞ്ഞ 5 വർഷം ഇത്തരം ഒരു ചർച്ചയിലേക്ക് നമ്മെ നയിക്കാൻ പോലും, കാരണം ഇതൊക്കെ വളരെ നിസ്സാരമായ കാര്യമായിട്ടാണ് കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൽ നമുക്ക് കാണാൻ കഴിയുക. അതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങളായിരുന്നു. അപ്പോൾ അങ്ങനൊരു മാറ്റം, അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള അത് ഗവൺമെന്റിൽ നിന്നുണ്ടാവുമ്പോൾ അതിനെക്കുറിച്ച് പോലും പരാമർശിക്കാതെ നാളെ വരാനിരിക്കുന്ന തീരുമാനത്തെക്കുറിച്ച് ആന്റിസിപ്പേറ്റ് ചെയ്ത് ചർച്ച ചെയ്യുന്നത് ഉചിതമാണ്. അല്ല, PM മനോജ്, ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടും. സംസ്ഥാനത്തെ രാഷ്ട്രീയ അതിക്രമങ്ങളും വലിയ വിഷയം തന്നെയാണ്. പക്ഷേ
അധികാരമേറ്റ് 4 മാസത്തിനുള്ളിൽ ഇങ്ങനെ സർക്കാർ ഒരു മന്ത്രി രാജിവെക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ തീർച്ചയായും പൊതുജന ശ്രദ്ധ എന്നുള്ള നിലയ്ക്കല്ല പ്രാധാന്യവും അതിനാണല്ലോ കൂടുതൽ. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിക്കാനായി ചോദിക്കുന്നു. ഇപ്പോൾ വിജിലൻസ് അന്വേഷണം മന്ത്രിക്കെതിരെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അക്കാര്യത്തിൽ ഇനി ഉത്തരവിറങ്ങാനേ ബാക്കിയുള്ളൂ. അങ്ങനെ അന്വേഷണം നേരിട്ട് കൊണ്ടൊരു മന്ത്രി LDF സർക്കാരിൽ ഉണ്ടാകില്ല. അല്ല, അതാണെന്ന് ഞാൻ പറഞ്ഞത്. ഇന്ന് രാത്രി ആയി, നാളെ പുലർന്നാൽ രാവിലെ 10 മണിക്ക് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും. ആ യോഗത്തിൽ ഈ കാര്യം ചർച്ച ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച നിലപാടാണ്. അങ്ങനെ പ്രഖ്യാപിച്ച ഒരു ചർച്ചയും അതിന്റെ ഭാഗമായിട്ട് വരുന്ന തീരുമാനവും, ആ തീരുമാനം എന്താണ് എന്ന് ഇന്നേ പറയുന്നത് ഔചിത്യമാണ് എനിക്ക് മനസ്സിലാവുന്നത്. തീർച്ചയായും അത് മനസ്സിലാകും. ഡീൻ കുര്യാക്കോസ്, ഇതിലപ്പുറം എന്ത് വേണം? ഒരാരോപണം ഉയർന്നു, ആ ആരോപണം അന്വേഷിക്കപ്പെടുന്നു, ആരോപണ വിധേയനായ ആൾ മാറി നിൽക്കുന്നു എന്ന് മാത്രമല്ല, ഇതുവരെ നടന്നിട്ടുള്ള നിയമനങ്ങൾ പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ സ്വജനപക്ഷപാതം ഇല്ലാത്ത വിധത്തിൽ ക്രമീകരിക്കാൻ അത് ഒരു നിയമനിർമ്മാണത്തിലേക്ക് പോകുന്നു. അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ നിർദ്ദേശം നൽകി. MD-മാരായും ജനറൽ മാനേജർമാരായും നിയമിക്കപ്പെടുന്ന ആളുകൾക്ക് വിജിലൻസിൻ്റെ ക്ലിയറൻസ് നിർബന്ധമാക്കി. നിയമനങ്ങൾക്കും റിക്രൂട്ട്മെൻറ്റിനും പ്രത്യേക ബോർഡിനെ കുറിച്ച് ആലോചിക്കുന്നു. ഇങ്ങനെ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും പോസിറ്റീവായ നിലപാടെടുക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടില്ലേ? അതിനെ അഭിനന്ദിക്കുമോ? ഒരു നിമിഷം പോലും വൈകാതെ EP ജയരാജൻ കേരളത്തിൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രി രാജിവെക്കുകയോ പിണറായി വിജയൻ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ഞാൻ അംഗീകരിക്കാമായിരുന്നു. EP ജയരാജൻ എന്ന് പറയുന്നയാൾ സംസ്ഥാനത്തിൻ്റെ മന്ത്രിയാണ്. അതല്ലാതെ അദ്ദേഹം വെറുമൊരു പാർട്ടി നേതാവല്ല. നാളെ ഇപ്പോൾ പാർട്ടി സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തതിന് ശേഷം ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അതിലെന്ത് ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ CPIM പാർട്ടി എന്നുള്ള നിലയിൽ എന്ത് തീരുമാനമെടുക്കുന്നു എന്നൊന്നും അറിയാൻ പൊതുജനത്തിന് യാതൊരു ബാധ്യതയുമില്ല, ഒരു കടപ്പാടുമില്ല CPM-നോട്. കേരളത്തിൽ വ്യവസ്ഥാപിതമായി രൂപീകൃതമായ ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കുന്ന ഗവൺമെന്റിന് സംഭവിച്ച, അല്ലെങ്കിൽ അതിലെ ഒരു പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി സ്വജനപക്ഷപാതം എന്ന് പറയുന്ന ഗുരുതരമായ അഴിമതിക്ക് തുല്യമായ ആരോപണത്തെ നേരിടുമ്പോൾ അതിന് എന്ത് പ്രതിവിധി എന്നുള്ളതാണ് കേരളം കാതോർത്തിരിക്കുന്നത്. തീർച്ചയായും നടത്തുന്നത്. ഇപ്പോൾ ഒരു അന്വേഷണം പ്രാബല്യത്തിലില്ല. പക്ഷേ ആ അന്വേഷണം പ്രാബല്യത്തിലാകുന്നതിന് മുൻപ് മാതൃകാപരമായി മന്ത്രിയുടെ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കപ്പെടും എന്ന് നമ്മളെ സംബന്ധിച്ച് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെ തന്നെയായിരിക്കും നാളെ നടക്കാൻ പോവുക എന്നുള്ളതാണ് ഈ നിമിഷം വരെയുള്ള CPIM നേതാക്കളുടെ പ്രതികരണങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. അതിനപ്പുറത്ത് എന്താണ് വേണ്ടത്? അല്ല, CPIM-നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കാര്യം തീർത്തു പറയാം. ഇതിനകത്ത് താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ കുറേ കാര്യങ്ങൾ കൈക്കൊണ്ടു എന്നൊക്കെ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇത് പാർട്ടി എന്നുള്ള നിലയിൽ CPIM എത്രയോ കാലങ്ങൾക്ക് മുമ്പേ, ഇപ്പോൾ പാലക്കാട് പ്ലീനത്തിൽ ഉൾപ്പെടെ തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങളാണ് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അവർ വ്യതിചലിച്ചിട്ടുള്ളത്. ഗവൺമെന്റ് എന്നുള്ള നിലയിൽ ഗവൺമെന്റ് രൂപീകൃതമായപ്പോൾ അവർ മുൻപോട്ട് വെച്ച എല്ലാ മുദ്രാവാക്യങ്ങളിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് ആ അഴിമതിക്ക് വേണ്ടി മാത്രം എന്നുള്ള നിലയിൽ ഈ നിയമനങ്ങളൊക്കെയായി വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നിലയിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഒരു വശത്ത്. മറ്റൊരു വശത്ത് ഇപ്പോൾ വിജിലൻസ് ഈ വിധത്തിൽ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ത്വരിത അന്വേഷണത്തിന് വേണ്ടി തീരുമാനമെടുക്കാൻ പോകുന്നു. ഇവിടെ ഇപ്പോൾ ജേക്കബ് തോമസ്, അദ്ദേഹം എന്തിനാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി വരുന്നത് വരെ കാത്തിരിക്കുന്നത്? ഇപ്പൊ രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ അദ്ദേഹത്തിന് അന്വേഷണം നടത്തണമെങ്കിൽ ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ അദ്ദേഹം അന്വേഷണം നടത്തുന്നു, ത്വരിത പരിശോധന നടത്തുന്നു, അതല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളുമായി മുൻപോട്ട് പോകുന്നു. ഇവിടെ ഇപ്പോൾ ത്വരിത അന്വേഷണം അത് പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾ അദ്ദേഹം കാത്തു നിൽക്കുന്നു. മുഖ്യമന്ത്രിക്ക് ആ അപ്പോയിന്റ്മെന്റിന് വേണ്ടി അദ്ദേഹം കാത്തു നിൽക്കുന്നു. മുഖ്യമന്ത്രിയുടെ കൽപ്പനയനുസരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്ന് വരുമ്പോൾ ഗവൺമെന്റിന്റെ സമീപനം വളരെ വ്യക്തമായി കഴിഞ്ഞു. അവർ ചെയ്തിട്ടുള്ള തെറ്റുകളും വ്യക്തമായി കഴിഞ്ഞു. അപ്പൊ ആ നിലയിൽ ഇത് മുൻപോട്ട് പോകുമ്പോൾ യാതൊരു തരത്തിലും ഗവൺമെന്റിനെ അനുകൂലിക്കാൻ ആർക്കും സാധിക്കുന്നില്ല. ഒരു കാരണവശാലും ഒരു പരിഹാരവും. CP ജോൺ, ആരോപണ വിധേയനായത് EP ജയരാജനായിട്ടും, EP ജയരാജൻ CPIM-ലെ ശക്തനായ നേതാവാണ്, മുഖ്യമന്ത്രിയുടെ അടുത്ത ആളായി അറിയപ്പെടുന്ന ആളാണ്, ഇപ്പോഴത്തെ CPIM ബലതന്ത്രത്തിൽ നിർണായകമായ സ്ഥാനമുള്ള ആളാണ്. അദ്ദേഹം ആരോപണത്തിൽപ്പെട്ടിട്ടും അദ്ദേഹത്തിന് രാഷ്ട്രീയമോ ഭരണപരമോ ആയ സംരക്ഷണം കൊടുക്കാതെ അന്വേഷണത്തിലേക്കും അദ്ദേഹത്തിൻ്റെ ഒഴിവാക്കലിലേക്കും നീങ്ങുന്നു എന്നുള്ളതിനെ താങ്കൾ എങ്ങനെ കാണും? സ്വാഗതം ചെയ്യുമോ? തീർച്ചയായിട്ടും ജയരാജൻ രാജിവെക്കുകയാണെങ്കിൽ അത് സ്വാഗതാർഹം തന്നെയാണ്. ഞാനതവിടെ അത് സ്വാഗതം ചെയ്യാതിരിക്കുന്നത് ശരിയല്ല. പക്ഷേ നമ്മളിപ്പോൾ ഒന്ന് ചർച്ച ചെയ്യേണ്ടത്, ഒരാഴ്ചയായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇനി നാളെ തുടങ്ങിയിട്ടുള്ള രാഷ്ട്രീയ സമവാക്യങ്ങൾ
പ്രത്യേകിച്ചും ഇടതുമുന്നണിയിലും CPM-നുള്ള സമവാക്യങ്ങളെ ഈ സംഭവം എങ്ങനെ ബാധിക്കും എന്ന് ചർച്ച ചെയ്യുന്നതിനാണ് ഞാൻ കൂടുതൽ താല്പര്യപ്പെടുന്നത്. എന്നെ 2-3 കാര്യങ്ങളാണ് അതിശയിപ്പിക്കുന്നത്. ഒന്ന്, ഞാൻ പിണറായി വിജയൻ്റെ ആ സീനിയോറിറ്റിയുള്ള ഒരു ലീഡറല്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ താഴെ വന്നിട്ടുള്ള ആളുകളിൽപ്പെട്ട ഒരാളാണ്. ഞാൻ ഒരിക്കലും പിണറായി വിജയനിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൽ നിന്ന് ഇങ്ങനൊരു കാര്യം പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം അദ്ദേഹം അറിയാതെ കാര്യങ്ങൾ നടക്കും എന്ന് ഞാൻ കരുതിയിട്ടില്ല. പ്രത്യേകിച്ചും നമ്പർ 2 ആണ് ജയരാജൻ. അദ്ദേഹം നിയമസഭയിലെ സീറ്റിംഗ് അത് യാദൃച്ഛികമല്ല. മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത് ഇരിക്കുന്നത് EP ജയരാജനാണ്. അതുപോലെ സെക്രട്ടേറിയറ്റിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബും അതുപോലെ തന്നെ കഴിഞ്ഞ ഗവൺമെൻറ്റിൽ C ദിവാകരനും ഇരുന്ന മുറിയിൽ ഇരിക്കുന്നത് EP ജയരാജനാണ്. അപ്പോൾ സീറ്റിംഗ് അതിനൊരു അധികാരത്തിൻ്റെ ഒരു ഛായയുണ്ട്. അപ്പോൾ അധികാരത്തിൽ നമ്പർ 2 ഒരു ഡിഫാക്ടോ ഉപമുഖ്യമന്ത്രി എന്ന മട്ടിൽ ഇരുന്ന EP ജയരാജൻ ചെയ്ത കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് 2 കാരണങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഒന്നുകിൽ അദ്ദേഹം പറയുന്നത് നുണയാണ്, അല്ലെങ്കിൽ രണ്ടാമതായി അദ്ദേഹം എവിടെയോ പാളിയിരിക്കുന്നു മുഖ്യമന്ത്രി. പിണറായി വിജയൻ നുണ പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. പിണറായി വിജയൻ അങ്ങനെ നുണ പറഞ്ഞിട്ട് ഈ കാര്യത്തിൽ നുണ പറഞ്ഞു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ പിന്നെ എന്താണ് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ പിണറായി വിജയനെ ഈ ഭരണയന്ത്രത്തിൻ്റെ പുറത്ത് തൻ്റെ ഏറ്റവും അടുത്ത ഉപമുഖ്യമന്ത്രിയെ പോലെ പ്രവർത്തിക്കുന്ന ആളുടെ നടപടികളിലേക്ക് കണ്ണയയ്ക്കാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല. അദ്ദേഹം ഉമ്മൻചാണ്ടിയെ പോലെയല്ല, വളരെ കൃത്യമായി മിനിറ്റുകൾ എണ്ണി എല്ലാവർക്കും അപ്പോയിൻമെന്റ് കൊടുത്ത് പോകുന്ന ഒരാളാണ്. അതിനൊരു പോസിറ്റീവ് സൈഡ് ഉണ്ടില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ എവിടെ പാളി വെച്ച് പറ്റി? അതുകൊണ്ട് ഇത് കാണിക്കുന്നത് ഇത്രയും സമയമായിട്ടും അദ്ദേഹത്തെ രാജിവെപ്പിക്കാതിരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് കണ്ണൂർ ലോബി എന്ന് പറഞ്ഞ് 10-20 വർഷക്കാലമായി, പ്രത്യേകിച്ചും നായനാരുടെ ഭരണത്തിന്റെ അവസാന കാലത്ത് രൂപപ്പെട്ട കണ്ണൂർ ലോബി, ആ കണ്ണൂർ ലോബിയെ ഈ സംഭവം രാഷ്ട്രീയവും സംഘടനാപരവുമായി പിടിച്ചുലച്ചിരിക്കുകയാണ്. ശരി, അങ്ങനെ ഒരു നിരീക്ഷണം താങ്കൾ നടത്തുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ, അങ്ങനെ CPIM-ന്റെ രാഷ്ട്രീയത്തിൽ, ആഭ്യന്തര രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പ്രതിഫലനം ഇത് ഉണ്ടാക്കുമോ? EP ജയരാജന്റെ സ്റ്റേച്ചർ ആ പാർട്ടിക്കകത്ത് നമുക്കറിയാം. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി യാതൊരു പ്രതിരോധവും ഒരു ഘട്ടത്തിലും പൊതുസമൂഹത്തിന് മുൻപാകെ ഉയർന്നിട്ടില്ല. മുഖ്യമന്ത്രി ഖണ്ഡിതമായി EP ജയരാജനെ തള്ളിപ്പറയുന്നത് കണ്ടു. അദ്ദേഹത്തിൻ്റെ മന്ത്രി പദവി തന്നെ നഷ്ടപ്പെടുന്ന വേളയിലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അത് ഒഴിവാക്കാനുള്ള യാതൊരു ശ്രമവുമില്ല എന്ന് മാത്രമല്ല, നാളെ EP ജയരാജൻ രാജിവെക്കുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ കൂടെ താല്പര്യപ്രകാരമാണ് രാജിവെക്കപ്പെടുന്നത്. അതിൽ എന്തെങ്കിലും ഭൂകമ്പങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ? അല്ല, ഇവിടെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് CP ജോൺ ഉന്നയിച്ചിട്ടുള്ളത്. കാരണം ഈ കണ്ണൂർ ലോബി എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു ലോബി ഉണ്ടെങ്കിൽ അത് ഏകശിലാനിർമ്മിതമായ ഒന്നാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിനകത്ത് തന്നെ പുറമേ നോക്കുന്നവർക്ക് ഒരുപക്ഷെ കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഉൾപ്പിരിവുകൾ, അതിനകത്ത് തന്നെ പല വിധത്തിലുള്ള ചേരിതിരിവുകൾ ഉണ്ട് എന്ന് വേണം വിചാരിക്കുക. അതിൽ ആ രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരികയും ചെയ്തു. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അതല്ല. ഈ ജയരാജനെതിരായിട്ടൊരു ആരോപണം ഉണ്ടാകുന്നു, അത് വളരെ ഗൗരവമുള്ള ഒരു ആരോപണമാണ് എന്ന കാര്യം പാർട്ടിയും അതുപോലെ മുഖ്യമന്ത്രിയും സമ്മതിക്കുന്നു. പക്ഷേ അതിലൊരു തീരുമാനമുണ്ടാകാൻ ഇത്രയും താമസിക്കുന്നു. ഞങ്ങളുടെ വിജിലൻസ് കേസെടുക്കാനല്ല, വിജിലൻസ് കേസെടുക്കാൻ താമസിച്ചത് മനസ്സിലാക്കാവുന്നുള്ളൂ. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അവധിയായിരുന്നു. വിജിലൻസ് ഡയറക്ടർക്ക് ഓഫീസ് തുറന്ന് ഫയലെടുത്ത് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകാൻ കഴിയുമായിരുന്നില്ല. അത് സാങ്കേതികമാണ്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലല്ലോ. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഫാസ്റ്റായിട്ട് തന്നെ അതിനകത്തൊരു തീരുമാനം വേണ്ടതായിരുന്നു. കാരണം പാർട്ടി സെക്രട്ടറി ബന്ധപ്പെട്ട നേതാക്കന്മാരായിട്ട് ആലോചിച്ച് ഏറ്റവും പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ അത് കുറെ കൂടി നന്നാകുമായിരുന്നു. ജയരാജൻ രാജിവെക്കുകയാണെങ്കിൽ നല്ല കാര്യം, അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷണം നടത്തുകയാണെങ്കിൽ അതിലും നല്ല കാര്യം, അതിൽ നടപടി ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷം. കാരണം ഒരു ഇടതുപക്ഷ സർക്കാരിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ മര്യാദയുണ്ട്, രാഷ്ട്രീയ ധാർമ്മികതയുടെയും സദാചാരത്തിൻ്റെയും വലിയൊരു വിഷയമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ രീതിയിലുള്ള പ്രവർത്തനം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. ശ്രീ നീൽ ലോഹിദാസ് നാടർക്കെതിരായിട്ട് ആരോപണം ഉണ്ടായപ്പോൾ EK നായനാർ ഉടനെ തന്നെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി 48 മണിക്കൂറിനുള്ള അദ്ദേഹത്തിൻ്റെ രാജി വാങ്ങിയത് നമുക്കറിയാം. അതുപോലെ PJ ജോസഫിനെതിരായിട്ട് ആരോപണം ഉണ്ടായപ്പോൾ VS അച്യുതാനന്ദൻ ഉടനെ തന്നെ അന്വേഷണം IG B സന്ധ്യ ഏൽപ്പിക്കുകയും അവരുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇമ്മീഡിയറ്റായിട്ട് അദ്ദേഹത്തിൻ്റെ രാജി വാങ്ങിക്കുകയും ചെയ്തറിയാം. TU കുരുവള്ളയുടെ കാര്യത്തിലും അതുപോലെ തന്നെ നീതി നടപ്പാകുന്നു എന്ന് ഉറപ്പാക്കുന്ന രീതിയിൽ അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ലിസി ജേക്കബിനെ കൊണ്ട് അന്വേഷിപ്പിക്കുകയും അവരുടെ റിപ്പോർട്ട് കിട്ടിയ ഉടനെ തീരുമാനമെടുക്കുകയും ചെയ്തു. ഇവിടെ അങ്ങനെ റിപ്പോർട്ടിനൊന്നും പ്രശ്നമില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത് വളരെ വലിയ ഒരു വീഴ്ചയാണ്, ലാപ്സാണെന്നുള്ള ആർക്കും പ്രഥമ ദൃഷ്ടിയ തന്നെ ബോധ്യമാകുന്നതാണ്. മാത്രമല്ല ശ്രീമതി ടീച്ചറുടെ മകൻ രാജിവെച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ
ഭാഗത്ത് യാതൊരു യോഗ്യതയുമില്ല, അദ്ദേഹത്തിന് തുടരാൻ യാതൊരു ന്യായവുമില്ല എന്നുള്ള കാര്യം വ്യക്തമായതുമാണ്. ആ ഘട്ടത്തിൽ കുറെ കൂടി വേഗത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ നന്നാകുമായിരുന്നു. ശരി, ഇവിടെ പ്രതിപക്ഷക്കാർ, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും ഒക്കെ ഇതിനെ എതിർക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം, രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പാണ്. പക്ഷേ ഇത് വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുള്ളത് CPM അണികളിൽ തന്നെയാണ്, പ്രത്യേകിച്ച് DYFI, SFI മുതലായ യുവ ശരി ശരി അതാണ് താങ്കളുടെ പോയിന്റ്. ഞാൻ അതിലേക്ക് മടങ്ങിയെത്താം. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അങ്ങനെ ഇക്കാര്യത്തിൽ അനാവശ്യമായ ആലോചനയ്ക്കും അതുവഴിയുള്ള കാലതാമസത്തിനും അതുവഴി പൊതുസമൂഹത്തിലാകെ ഇക്കാര്യത്തിൽ ഒരു അതൃപ്തി വരാനും ഇടവെച്ചോ? കഴിഞ്ഞ സർക്കാർ അന്വേഷണം വേണ്ടി വന്ന വേളയിൽ എന്തു ചെയ്തു എന്ന് നമുക്ക് ഈ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ചെയ്തികളുമായി താരതമ്യപ്പെടുത്താൻ സാധിക്കില്ല. ഇപ്പോഴത്തേതൊരു ഇടതുപക്ഷ സർക്കാരാണല്ലോ. പൊതുസമൂഹം ചിന്തിക്കുന്ന വിധത്തിൽ, പൊതുസമൂഹം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഇങ്ങനെ ഒരു വിവാദം വന്നപ്പോൾ അത് കൈകാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ, അതോ ഒരുപാട് ആലോചിച്ച് സമയം വൈകിച്ചോ? സമയം വൈകിച്ചോ ഇല്ലയോ എന്നുള്ളതൊക്കെ വളരെ സാങ്കേതികമായ കാര്യങ്ങൾ മാത്രമാണ്. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, CPMനെ സംബന്ധിച്ചിടത്തോളവും ഈ പ്രശ്നം ഉയർന്നു വന്ന ഉടനെ തന്നെ വളരെ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ മുന്നണിയുടെ പ്രഖ്യാപിതമായ നയത്തിൽ നിന്നുള്ള ഒരു അപഭ്രംശവും ഈ സർക്കാർ വെച്ചു പൊറുപ്പിക്കില്ല എന്ന ക്ഷിപ്രപ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഈ കോഴിക്കോട്ട് വെച്ചാണ് അദ്ദേഹം മാധ്യമങ്ങളിൽ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളുടെയൊക്കെ തലപ്പത്ത് വരേണ്ടത് അതിനുള്ള യോഗ്യതയുള്ളവരെന്ന അല്ലേ എന്നാ ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മുഖ്യമന്ത്രി അറിയാതെ, മന്ത്രിസഭയെ അറിയാതെ ഇത്തരമൊരു നിയമനം ഉണ്ടായി എന്നുള്ളത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. നമ്മുടെ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കൊക്കെ വിരുദ്ധമായിട്ട് മന്ത്രിസഭക്കകത്ത് ഒരാൾക്കും പ്രവർത്തിക്കാൻ പറ്റില്ല. അത് ഇടതുപക്ഷ മുന്നണി ഉയർത്തിക്കൊണ്ടുവന്ന അഴിമതിക്കും സുതാര്യ ഭരണത്തിനുമെതിരായിട്ടുള്ള ഒരു നിലപാടാണ്. അത്തരത്തിലുള്ള ഒരു അപഭ്രംശത്തെയും വെച്ചു പൊറുപ്പിക്കില്ല. ആ ഒരു പ്രതികരണം വന്നപ്പോൾ ഇപ്പോൾ ഡീൻ കുര്യാക്കോസിന്റെ KPCC വക്താവ്, അദ്ദേഹവും 3 ദിവസം മുമ്പ് ഞാനും അദ്ദേഹം ഒരു ചർച്ചയിലുണ്ടായിരുന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്? പിണറായി വിജയന് EP ജയരാജനെ തൊട്ട് കളിക്കാൻ പറ്റില്ല എന്നാണ്. ഇപ്പോൾ സംഭവങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? ഈ ഗവൺമെന്റ് കേരളത്തിൽ 5 വർഷക്കാലത്തെ UDFന്റെ അഴിമതിക്കെതിരായിട്ട് പൊരുതി അധികാരത്തിൽ വന്നൊരു ഗവൺമെന്റാണ്. ജനങ്ങളുടെ മുമ്പിൽ ആ ധാർമ്മികമായ, രാഷ്ട്രീയവും നൈതികവുമായ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റുണ്ട്. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. രാജിവെക്കാൻ അരമണിക്കൂർ വൈകിയോ ഇല്ലയോ എന്നുള്ളതല്ല ചർച്ച. ഇപ്പോൾ കൃത്യമായ രീതിയിൽ എന്താണ് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ഒരു കാരണവശാലും ഈ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള അപഭ്രംശങ്ങളെ പൊറുപ്പിക്കില്ല. ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമുണ്ടല്ലോ. അഴിമതിയുമായി ബന്ധപ്പെട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്തേക്ക് വരുന്നതിനുള്ള മാനദണ്ഡങ്ങൾ ഇതെല്ലാം തന്നെ വളരെ കൃത്യമാക്കാനും സർക്കാർ ഇതിനാവശ്യമായിട്ടുള്ള ഇന്ന് നിലവിലുള്ള ചട്ടങ്ങളുടെയും അതിൻ്റെ സംവിധാനത്തിൻ്റെയും പരിമിതികളും ദൗർബല്യങ്ങളും പരിഹരിക്കുന്ന രീതിയിൽ നിയമനിർമ്മാണങ്ങൾ തന്നെ നടത്തുമെന്നാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതെ ഇവിടെ എന്താണ് ഉറക്കത്ത് പഴന്തുണി ചവയ്ക്കുന്നത് പോലെ നമ്മൾ ഈ പഴയ കാര്യങ്ങൾ കണ്ണൂർ ലോബി എന്നൊക്കെ ഈ CP ജോണിനെ പോലുള്ള സഖാക്കൾക്ക് അറിയില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് കോൺഗ്രസ് നടക്കുന്നത് പോലുള്ള വൈരുദ്ധ്യങ്ങളും ആശയസമരമൊക്കെ ഉണ്ടാകും, വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അതുപോലുള്ള ഒരു ലോബിയിങ് നടക്കുമോ? അത് നടത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉൾപാർട്ടി സംവിധാനത്തിന്റെ അതിലൊരു ജൈവഘടനക്കകത്ത് അത് സാധ്യമാകും? ആരെങ്കിലും ആഗ്രഹിച്ചാൽ തന്നെ അത്തരം കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റില്ല എന്ന് മാർക്സത്തെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടനയെക്കുറിച്ചും അറിയാവുന്ന എല്ലാ ആളുകൾക്കും ബോധ്യമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ കോൺഗ്രസിന്റെ നാനാവിധമായ ഗ്രൂപ്പുകൾ, വ്യക്തികളുടെ പേരുള്ള ഗ്രൂപ്പുകൾ, അതിന് സമാനമാണ് CPM എന്നും വരുത്തി തീർക്കാനുള്ള, അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കാനുള്ള വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മുടെ മാധ്യമങ്ങൾ കൂടി ചേർന്നുകൊണ്ട് പ്രചരണപരമായി സൃഷ്ടിക്കുന്നുണ്ട്. അതിന്റെ ഒരു അലയൊഴി മാത്രമാണ് CP ജോണിനെ പോലുള്ള സഖാക്കൾ ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യം എന്നാണ് താങ്കൾ വിശദീകരിക്കുന്നത്. ശ്രീ ഡീൻ കുര്യാക്കോസ്, മുൻകാലങ്ങളിൽ മന്ത്രിമാർ അന്വേഷണം നേരിട്ടപ്പോൾ അവർ മാറി നിന്നിട്ടില്ല എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. മാറി നിന്നിട്ടില്ല എന്ന് മാത്രമല്ല, അന്വേഷണ വിവരങ്ങൾ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയാവുകയും കോടതി പരാമർശങ്ങൾ ഉണ്ടാവുകയും വിചാരണ കോടതി പരാമർശം അവഗണിക്കപ്പെട്ട് പിന്നെ ഹൈക്കോടതിയിൽ വന്ന് സീസറുടെ ഭാര്യ സംശയത്തിന് അതീതയായി എന്ന് പറയുന്ന വേളയിൽ പോലും അന്നത്തെ കോൺഗ്രസ് നേതാക്കൾക്ക്, VD സതീശൻ അടക്കമുള്ളവർക്ക് ഇനിയെങ്കിലും മാറൂ എന്ന് പറയേണ്ടി വന്നു. KM മാണിക്കൊക്കെ രാജിവെക്കാൻ. K ബാബുവിൻ്റെ കാര്യത്തിൽ അതും ഉണ്ടായില്ല. അദ്ദേഹം രാജി മുഖ്യമന്ത്രിക്ക് കൊടുത്തു. പിന്നെ മുഖ്യമന്ത്രി അത് സ്വീകരിക്കാതെ പിന്നെയും അദ്ദേഹം മന്ത്രിസഭയിലേക്കൊക്കെ വരുന്നത് നമ്മൾ കണ്ടു. ഇവിടെ വളരെ പ്രബലനായ ഒരു നേതാവിനെതിരെയാണ് ഇങ്ങനെ ഒരു ആരോപണം വന്നത് എങ്കിലും അദ്ദേഹത്തെ ഷീൽഡ് ചെയ്യാൻ തയ്യാറാകാതെ, ആരോപണം ഉയർന്നിട്ടുള്ളത് EP ജയരാജനല്ല, മറ്റാർക്കെതിരെയാണെങ്കിലും അവർ അന്വേഷണം നേരിട്ടുകൊണ്ട് തുടരേണ്ട എന്ന് തീരുമാനമെടുക്കാനുള്ള ആർജവം ഈ സർക്കാർ കാണിച്ചില്ലേ?
ഇക്കാര്യത്തിൽ ഇനിയിപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അദ്ദേഹം രാജിവെക്കുമെന്നൊക്കെ പറയുന്നു. എന്താണ് നാളെ CPM-ന്റെ സെക്രട്ടേറിയറ്റ് തീരുമാനിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചറിയില്ല. ഏതായാലും ഒരു കാര്യത്തിൽ സംശയം വേണ്ട, നിയമപരമായി ഏതെങ്കിലും മന്ത്രിമാർ, അത് ഐക്യജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടത്തിൽ ഒരു മന്ത്രിക്ക് ധാർമ്മികമായി മന്ത്രി കസേരയിൽ ഇരിക്കാൻ സാധിക്കത്തില്ല എന്നുള്ള നിലയിൽ വന്നപ്പോഴെല്ലാം ആ മന്ത്രിമാരുടെ എല്ലാം രാജി ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കണ്ട കാര്യങ്ങളാണ്. അതിനപ്പുറത്തേക്കൊന്നും ഒരാളെയും സംരക്ഷിച്ച് നിർത്താൻ ഐക്യജനാധിപത്യ മുന്നണി തയ്യാറായിട്ടുമില്ല. നിയമപരമായും അല്ലെങ്കിൽ നിലനിൽക്കുന്ന വ്യവസ്ഥാപിതമായ സംവിധാനത്തിൽ, ജനാധിപത്യ സംവിധാനത്തിൽ പൊതു അംഗീകാരത്തിനനുസരിച്ച് ഒരു മന്ത്രിക്ക് നിലനിൽപ്പില്ല എങ്കിൽ ആ മന്ത്രിമാരെല്ലാം രാജിവെച്ച് പോയിട്ടുണ്ട്. അതവിടെ നിൽക്കുന്നു. അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇതിനകത്തൊരു പ്രശ്നം, ഈ കാര്യത്തിൽ വന്നിട്ടുള്ള ഒരു വിഷയം, ഇപ്പോൾ പിണറായി വിജയൻ ജയരാജനെ സംരക്ഷിക്കുന്നില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചർച്ച കൂടി നമുക്ക് വേണ്ടി വരും. കാരണം എന്തുകൊണ്ട് പിണറായി വിജയൻ അങ്ങനെ തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ദേശാഭിമാനിയുടെ കാര്യത്തിൽ 2 കോടി രൂപ സാന്റിയാഗോ മാർട്ടിനിൽ നിന്നും പണം വാങ്ങിയ ജയരാജൻ അത് പിണറായി വിജയൻ അറിഞ്ഞിട്ടായിരുന്നു. ചാക്ക് രാധാകൃഷ്ണനുമായിട്ട് EP ജയരാജനുണ്ടായിട്ടുള്ള അവിശുദ്ധ സഖ്യത്തെക്കുറിച്ചും നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി, അന്ന് പാർട്ടി സെക്രട്ടറി, അദ്ദേഹത്തിന് അറിയാമായിരുന്നു. തിരുവനന്തപുരത്ത് ദേശാഭിമാനിയുടെ സ്ഥലം ചുളുവിലേക്ക് വിറ്റ് കൊടുത്തതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിലും പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിക്ക് അറിവുണ്ടായിരുന്നു. അങ്ങനെ പിണറായി വിജയനും ജയരാജനുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു എന്നത് രാഷ്ട്രീയം അറിയാവുന്ന മുഴുവൻ ആളുകൾക്കും അതെങ്ങനെ താരതമ്യം ചെയ്യാനാകും? അദ്ദേഹം ഒരു പബ്ലിക് ഓഫീസ് കൈകാര്യം ചെയ്യുന്ന വേളയിലല്ല, അദ്ദേഹം പാർട്ടിയുടെ ചുമതല വഹിക്കുമ്പോഴാണ് ഈ ആരോപണം ഉയർന്നത്. അതിന് പാർട്ടി അതിൻ്റെതായ നടപടിയെടുത്തു. ഇവിടെ സാഹചര്യം വ്യത്യസ്തമാണ്. അദ്ദേഹം ഒരു പബ്ലിക് ഓഫീസ് ഹോൾഡ് ചെയ്യാണ്. അപ്പോൾ ജനങ്ങളുടെ പണം ഉൾക്കൊള്ളുന്ന, പൊതു താല്പര്യം ഉൾക്കൊള്ളുന്ന ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് വീഴ്ച പറ്റാൻ പാടില്ല എന്ന് തന്നെയാണ്. ഒരു വീഴ്ച പറ്റി, അപ്പോൾ നടപടിയെടുത്തു. അതാണ് ചൂണ്ടിക്കാണിക്കേണ്ടത്. അതല്ലാതെ മുൻപ് അദ്ദേഹം പാർട്ടി പദവിയിൽ ഇരുന്ന കാലത്ത് ചെയ്ത കാര്യവും ഇതും തമ്മിൽ എങ്ങനെ താരതമ്യം ചെയ്യാനാകും? അല്ല, CPM-ന്റെ സംഘടനാ സംവിധാനം അറിയാവുന്ന ഏത് കൊച്ചുകുട്ടിക്കും അറിയാം, ഇതിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി അറിയാതെ ഒരു ഈച്ച അനങ്ങില്ല. ഇത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ കൈ കഴുകുന്നത് എന്നതിനെ കുറിച്ച് ചോദിച്ചാൽ, ഇപ്പോൾ MC ജോസഫൈൻ്റെ ഒരു പരാതി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്നല്ലോ. എന്താണ് പരാതി? അപ്പോൾ ഹൈക്കോടതിയിൽ അഭിഭാഷകരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലും ഒരുപക്ഷെ സെലക്ഷൻ ബോർഡിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അഭിഭാഷകരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഇത്രയും കുഴപ്പങ്ങളില്ല. പക്ഷെ അവിടെ പോലും CPM-നകത്ത് നിന്നും അത്രയും ശക്തമായ പരാതി ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്കാണ് തെറ്റുപറ്റിയിട്ടുള്ളത്. അപ്പൊ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെ ശ്രീമതി ടീച്ചറുടെ മകന്റെ ഒരു നിയമനം, ആ നിയമന കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് അറിവില്ലെന്ന് പറഞ്ഞാൽ ഇതാരെ വിശ്വസിപ്പിക്കാനാണ്? ഇപ്പൊ ദേശാഭിമാനിയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ പാർട്ടിക്കുള്ളിൽ നടന്ന ആ വിവാദങ്ങളുടെ തന്നെ ഒരു തുടർച്ച തന്നെയാണ് ഈ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. CP ജോൺ, എന്തുകൊണ്ട് പിണറായി വിജയൻ EP ജയരാജനെ സംരക്ഷിക്കുന്നില്ല എന്ന് അത്ഭുതം കൂറേണ്ട കാര്യമുണ്ടോ? സംരക്ഷിക്കും എല്ലാ കാലത്തും എന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രതീക്ഷ നിറവേറ്റി കൊടുക്കേണ്ട എന്ത് ബാധ്യതയുണ്ട് പിണറായി വിജയനെ സംബന്ധിച്ച്? പിണറായി വിജയൻ കൂടി അറിഞ്ഞെടുത്ത ഒരു തീരുമാനമാണ് എങ്കിൽ, പാർട്ടിയുടെ കൂടി അറിവോടെ എടുത്ത ഒരു തീരുമാനമാണെങ്കിൽ അദ്ദേഹം അത് പൊതുജന മധ്യത്തിൽ തള്ളിപ്പറയുകയും അതിൽ നടപടിയെടുക്കാൻ പര്യാപ്തമായ ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യും എന്ന് പിണറായി വിജയനെ അറിയുന്ന ആരെങ്കിലും കരുതുമോ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഈ കണ്ണൂർ ലോബി എന്ന് പറയുന്ന ആ കോക്കസിനെ കുറിച്ച് പറയാതെ അതിൽ നിന്നും വേർതിരിച്ചുകൊണ്ട് യാദൃച്ഛികമായി നടന്നൊരു അപ്പോയിൻമെൻറ്റ് മാത്രമായിട്ട് അല്ലെങ്കിൽ അസൈൻമെൻറ്റ് ആയി മാത്രമായി ഇതിനെ കാണാൻ കഴിയില്ല. കുഞ്ഞിക്കണ്ണൻ പറയുന്ന അങ്ങനെ താത്വികമായിട്ട് അങ്ങനെ ലോബി ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടനകളിൽ അപ്പാരറ്റസ് എന്നുള്ള താത്വിക വിശകലനത്തിൽ ഒരുപാട് ലോബികൾ ഒരുപാട് പാർട്ടികളിൽ ഉണ്ടായിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാനിപ്പോൾ കടന്നു പോകുന്നില്ല. ഇപ്പം കണ്ണൂരിൽ കഴിഞ്ഞ 10-20 വർഷക്കാലമായി നടക്കുന്നത് എന്താണ്? പാർട്ടി സ്ഥാപനങ്ങൾ മുഴുവൻ അവർ കയ്യിലെടുത്തു. ഉദാഹരണത്തിന് ദേശാഭിമാനി അവരുടെ കയ്യിലാണ്, കൈരളി ചാനൽ അവരുടെ കയ്യിലാണ്. അതുപോലെ തന്നെ പാർട്ടിയുടെ എല്ലാ തരത്തിലുള്ള വരുമാന മാർഗങ്ങളും സ്രോതസ്സുകളും അവർ കൈയടക്കിയിരിക്കുന്നു. എങ്ങനെ? അവരുടെ അധികാരം, അവർക്ക് പാർട്ടിയിലുള്ള അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. ഇപ്പം കറപ്ഷനെ കുറിച്ച് താങ്കൾ പറഞ്ഞതിൽ ഒരു കറക്ഷൻ ആവശ്യമുണ്ട്. ഇന്ന് കറപ്ഷൻ എന്ന് പറയുന്നത് കേവലം സർക്കാർ ഓഫീസിൽ മാത്രം നടക്കുന്ന കാര്യമല്ല. കോർപ്പറേറ്റ് കറപ്ഷൻ, കമ്പനി കറപ്ഷൻ എന്നുള്ളത് കറപ്ഷനായി കണക്കാക്കണം എന്ന ചർച്ചയാണ് ഇന്നിപ്പോൾ ആ കറപ്ഷനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത്.
ഏറ്റവും വലിയ കറപ്ഷനായിരുന്നു ദേശാഭിമാനിയെ പത്രമെന്ന് മാറ്റി നിർത്തുക, കമ്പനി എന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ കൃഷ്ണപിള്ള സ്ഥാപിച്ച കമ്പനിയാണ്. ആ കമ്പനിയിൽ നടന്ന ഏറ്റവും വലിയ കറപ്ഷനായിരുന്നു സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ട കറപ്ഷൻ. 2 കോടി രൂപ വാങ്ങി തിരിച്ചു കൊടുത്തോ? ആ തിരിച്ചു കൊടുത്ത് എവിടെ വെച്ചാണ്, ഏത് അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചിട്ടാണ് പൈസ തിരിച്ചു കൊടുത്തത്? എല്ലാവരും അത് പാർട്ടിക്കാരുമായിട്ട് വിട്ടു. അപ്പൊ കണ്ണൂർ ലോബി കുറെ കാലമായി നടത്തുന്ന രാഷ്ട്രീയ പാപപ്രവർത്തനങ്ങളുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണിത്. ഇനി അവർക്ക് അതിനുള്ള ഇന്ധനം എവിടെ നിന്നാണ് കിട്ടുന്നത്? ആ ഇന്ധനം കിട്ടുന്നത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങളിൽ നിന്നാണ്. അവിടെ നടക്കുന്ന അക്രമങ്ങളിലൂടെ അവർ പിടിച്ചെടുത്ത സ്ഥാപനങ്ങൾ നോക്കൂ. പരിയാരം മെഡിക്കൽ കോളേജ് ഇവരെല്ലാം മുന്നിൽ നിന്നുകൊണ്ട് ബലം പ്രയോഗിച്ച് പിടിച്ചെടുത്തതല്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് AKG ആശുപത്രി അവർ നേരിട്ട് പോയി പിടിച്ചെടുത്തതല്ലേ? അങ്ങനെ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുക, ആ സ്ഥാപനങ്ങളും അവരുടെ സ്ഥാപനങ്ങളും അതിനകത്തുള്ള കുറച്ചാളുകൾ പിടിച്ചെടുക്കുക, അവിടെയൊക്കെ അവർക്ക് ഇഷ്ടം പോലെ നിയമനങ്ങൾ നടത്തുക. ഇനി ഇവരുടെ കുടുംബ ബിസിനസ്സുകളെ കുറിച്ച് അന്വേഷിക്കാൻ കുഞ്ഞിക്കണ്ണനെന്ന് ഒന്ന് വ്യക്തി എന്ന നിലയ്ക്ക് ഒന്ന് തയ്യാറാവൂ. ഇവരുടെ മക്കളെന്നോ ഞാൻ മരുമക്കളെന്നോ പറയല്ല, ഇവരുടെ കുടുംബാംഗങ്ങൾ ഇവിടുത്തെ പുത്തൻ പണക്കാരായ വിദേശ മുതലാളിമാരുടെ വിദേശ പണച്ചാക്കുകളുടെ പണച്ചാക്കുകളുടെ കാര്യസ്ഥന്മാരായിട്ട് പ്രവർത്തിക്കല്ലേ? ഈ തന്നെ KSIയിലുള്ളവരുടെ താല്പര്യം എന്താണ്? KSI എന്ന് പറയുന്ന എയർ കാർഗോ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അവർ തന്നെയാണ് കേരള സോപ്സ് നടത്തുന്നത് കോഴിക്കോടെങ്കിലും. കേരള സോപ്സ് നടത്തുന്ന നല്ല കാര്യമാണെങ്കിലും ഈ എയർ കാർഗോ എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റിന്റെ എയർപോർട്ട് അതോറിറ്റികൾ നടത്തേണ്ട പണി ഇവരെ ഏൽപ്പിച്ചിട്ടുള്ള പണിയാണ്. അപ്പൊ KSI എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്ന എയർ കാർഗോ മാനേജ്മെന്റിൽ ഇപ്പൊ മട്ടന്നൂരിൽ കണ്ണൂർ വിമാനത്താവളം വരുമ്പോൾ അത് പൂർണ്ണമായും പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് സുധീർ നമ്പ്യാരെ അവിടെ നിയമിക്കുന്നതിലൂടെ ഉണ്ടായിരുന്നത്. അല്ലാതെ EP ജയരാജന് പറ്റിയ ഒരു കൈത്തെറ്റല്ല എന്ന് ഇനിയെങ്കിലും കുഞ്ഞിക്കണ്ണനെ പോലെയുള്ള നല്ല അതാണ് താങ്കൾ വളരെ സ്പെസിഫിക് ആയ ഒരു ആരോപണം. അതിനെ അങ്ങനെയും കാണാമല്ലോ. വലിയ സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്ന പാർട്ടിയുടെ തന്നെ സ്ഥാപനങ്ങളുടെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഈ കണ്ണൂർ ലോബി എന്ന് ആക്ഷേപിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിമർശിക്കപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ചിത്രീകരിക്കപ്പെടുന്ന ആളുകളാണ് എന്ന് മാത്രമല്ല, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേരളത്തിലെ പല സമ്പന്നരുടെയും വിദേശത്തുള്ള, അതായത് മിഡിൽ ഈസ്റ്റിലുള്ള കമ്പനികളുടെ വൈസ് പ്രസിഡന്റുമാരാണ് ഇവിടുത്തെ നേതാക്കളുടെ മക്കൾ, അതായത് ഇതേ ലോബി എന്ന് ആക്ഷേപിക്കപ്പെടുന്ന ആളുകളുടെ മക്കൾ. അപ്പോൾ ആ നിരയിൽപ്പെട്ട ഒരു മകൻ സംസ്ഥാനത്തെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ MD ആയി നിയോഗിക്കപ്പെടുകയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എയർ കാർഗോ കൈകാര്യം ചെയ്യാൻ അവകാശമുള്ള KSIയുടെ MD സ്ഥാനത്ത്. അപ്പോൾ ഇതിനെയൊക്കെ കൂട്ടി വായിച്ച് ഇത് വലിയൊരു നെക്സസിൻ്റെ ഭാഗമാണ് എന്ന് ആരോപിക്കുന്നവർക്ക് ആരോപിക്കാം. അങ്ങനെ ആരോപിക്കുമ്പോൾ അതിന് മറുപടി വേണം. അല്ല, CP ജോണിനെ പോലുള്ള ആളുകൾക്ക് കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തെ ഭരിച്ചു മുടിക്കുകയും മെത്രാൻ കായൽ ഉൾപ്പെടെ കേരളത്തിൻ്റെ പരിസ്ഥിതിക്കും കേരളത്തിൻ്റെ പ്രകൃതി സന്തുലിതത്വത്തിനും ഭീഷണിയാവുന്ന നിരവധി പാരിസ്ഥിതിക ധ്വംസനം നടത്തുന്ന പദ്ധതികൾക്ക് അനുമതി കൊടുക്കുകയും റാസൽ കൈമ പോലുള്ള പെട്രോൾ റോഡ് നഗരങ്ങളിലെ മാഫിയ റിസോർട്ട് കമ്പനികൾക്ക് ഈ നമ്മുടെ എല്ലാ നിയമങ്ങളെയും 2008 നിലവാര തണ്ണീർത്തട നിയമങ്ങളെ വരെ കാറ്റിൽ പറത്തി അനുമതി കൊടുക്കുകയും ചെയ്തപ്പോൾ നിശബ്ദനായിരുന്ന ഒരാൾ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആ ഗവൺമെന്റിലെ വ്യവസായ വകുപ്പ് മന്ത്രിക്കെതിരായിട്ട് ഒരു പ്രശ്നം ഉയർന്നു വന്നു. അത് വളരെ മുന്നണിയുടെ സത്യസന്ധമായ ആദർശാത്മകമായ ഒരു നിലപാടിൽ നിന്ന് നടപടി സ്വീകരിക്കാൻ പോകുന്നു. അങ്ങനെ സ്വീകരിക്കാൻ പോകുമ്പോൾ എന്താണ്, വീണിടം വിഷ്ണുലോകാക്കാൻ നോക്കണ്ട. ഇപ്പം എന്താണ്, കണ്ണൂർ ലോബി, അതിനെക്കുറിച്ച് ഭാവനാത്മകമായ ഒരുപാട് കഥകൾ. ഇങ്ങനെ കഥകൾ കൊണ്ട് പരിഹരിക്കാവുന്ന പ്രശ്നമാണോ ഇത്? CP ജോണിന് അത്തരത്തിലുള്ള വിവരങ്ങളുണ്ടെങ്കിൽ CP ജോൺ മുന്നോട്ട് വെക്കട്ടെ. വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും കോർപ്പറേറ്റുകളുടെ ഏതെങ്കിലും കമ്പനികളുടെ ഏജന്റുമാരും അവരുടെ ബിസിനസ് പങ്കാളികളുമാണ് CPM കണ്ണൂർ നേതാക്കളെങ്കിൽ അദ്ദേഹം അതിന്റെ വിവരങ്ങൾ കൊണ്ടുവരട്ടെ. അദ്ദേഹം കേരളത്തിൽ കഴിഞ്ഞ എത്രയോ ദശകക്കാലമായി പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ലേ. അദ്ദേഹം UDFന്റെ ഒരു ഭൗതിക തലം കൂടി കൈകാര്യം ചെയ്യുന്ന ആളല്ലേ. അദ്ദേഹം കൊണ്ടുവരട്ടെ കാര്യങ്ങൾ. അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. ഏതൊക്കെയാണ് CP ജോൺ? താങ്കൾക്ക് അറിയാമല്ലോ. എന്താ അറിയുന്നത്? എനിക്കറിയില്ല. ഏതെങ്കിലും കമ്പനിയിൽ ആരെങ്കിലും ഏതെങ്കിലും ബഹുരാഷ്ട്ര കമ്പനിയിലോ ഏതെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങളിലോ CPMന്റെ നേതാക്കളുടെ മക്കൾ ജോലി ചെയ്യുന്നത് അത് ബിസിനസ് പങ്കാളിത്തമായിട്ട് മനസ്സിലാക്കാൻ CP ജോണിന് മാത്രമേ കഴിയൂ. അല്ലല്ല കുഞ്ഞിക്കണ്ണൻ, താങ്കൾ രാഷ്ട്രീയത്തിൽ CPMൽ പുതിയ ആളാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഉത്തരവാദിത്തത്തോടെ പറയുന്നു, നിയമങ്ങൾക്ക് ചട്ടങ്ങൾക്ക് വിരുദ്ധമായിരുന്നു.
സുധീർ നമ്പ്യാരുടെ നിയമനം സർക്കാർ വളരെ കൃത്യമായ രീതിയിൽ തന്നെ പരിശോധിക്കുകയും അതിന് ഉത്തരവാദികളായ ആളുകൾക്കെതിരായിട്ട് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ നിയമം അനുസരിച്ച് കേസെടുക്കാനും തീരുമാനിച്ചിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ഈ ഇടതുപക്ഷ മുന്നണിയുടെ ഈ സുതാര്യമായ സമീപനത്തെ കാണാതെ മറ്റ് ചില ആരോപണങ്ങൾ ഉന്നയിച്ച് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ എടുത്തിരിക്കുന്ന ഈ സുതാര്യമായ സമീപനത്തെ മറച്ചുവെക്കാൻ കഴിയില്ല. ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിലപാടെടുത്തപ്പോൾ എന്താണ് ഇതിനു മുന്നിൽ എന്താണ് നിസ്സഹായമാണ്. ഇതിനെ അത്ര ലളിതവൽക്കരിക്കാമോ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ? ഇതിനെ അത്ര ലളിതവൽക്കരിക്കാമോ? ഈ സുധീർ നമ്പ്യാർ കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് മരുന്ന് സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനിയുടെ ആളായിരുന്നു, അല്ലെങ്കിൽ ആ കമ്പനിയുടെ പാർട്ട്ണറായിരുന്നു. ആ കമ്പനി ഇപ്പോൾ എവിടെയെന്ന് അറിയില്ല. ആ LDF സർക്കാർ അധികാരത്തിൽ നിന്ന് വിട്ടതിന് ശേഷം അങ്ങനെ ഒരു കമ്പനിയെക്കുറിച്ച് അറിയില്ല. അതിനുശേഷം അദ്ദേഹം ബന്ധപ്പെട്ട കമ്പനി ഒരു റിക്രൂട്ട്മെന്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയമായ കമ്പനിയാണ്. അതുമായി ബന്ധപ്പെട്ട് പരാതിയും കേസുമുണ്ട്. അതിനുശേഷം അദ്ദേഹം ഇരുന്ന ഓഫീസ് എന്ന് പറയുന്നത് തളിപ്പറമ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാജേഷ് നമ്പ്യാരുമായി പാർട്ട്ണർഷിപ്പുള്ള ഒരു സ്ഥാപനമാണ്. ഇതുവരെ നടത്തിയിട്ടുള്ള ബിസിനസ്സുകളൊക്കെ ദുരൂഹമാണ്. അങ്ങനെ ഒരാളാണ് KSIയുടെ MD ആയി വരുന്നത്. അദ്ദേഹത്തിൻ്റെ യോഗ്യതയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായി ചർച്ച ചെയ്യുന്നതാണ്. ഞാനത് വീണ്ടും പറയേണ്ട കാര്യമില്ല. ഇങ്ങനെ ദുരൂഹമായ പശ്ചാത്തലത്തിലൂടെ ഒരാൾ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ തലപ്പത്ത് യോഗ്യതയില്ലാതെ വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ കേൾക്കേണ്ടി വരും. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല, ഒരു നിമിഷം ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ സംസാരിക്കാമോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം കഴിഞ്ഞതിന് ശേഷം ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ പറയൂ. അതെ, കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന് ശേഷം കേരളത്തിൽ അധികാരത്തിൽ വന്നത് UDF ആണ്. അതെ, എന്തുകൊണ്ട് UDF സുധീർ നമ്പ്യാർ ഇങ്ങനെ ഊഹക്കച്ചവടത്തിന്റെ ഏജൻസിയുടെയൊക്കെ തന്നെ ഒരു മാഫിയ ബിസിനസ്സുകാരനായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല? എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് സീരിയസ് ആയിട്ട് കേസുകൾ കൈകാര്യം ചെയ്തില്ല? ഇപ്പോൾ ഈ വിവാദം ഉണ്ടായപ്പോൾ LDFനെ സംബന്ധിച്ചിടത്തോളം സുധീർ നമ്പ്യാർ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു പദവി അലങ്കരിക്കാൻ അതിന്റെ അംഗീകൃതമായ വ്യവസ്ഥകളോ ചട്ടങ്ങളോ അദ്ദേഹത്തെ അനുവദിക്കുന്നില്ല. ആ ചട്ടവിരുദ്ധമായി നിയമവിരുദ്ധമായിട്ടുള്ളൊരു നിയമനം അത് സ്വജനപക്ഷപാതമാണ്. അതിനെതിരായിട്ട് കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിരിക്കുന്നു. കഴിഞ്ഞ കാലത്ത് കളമശ്ശേരി, പാറ്റൂര്, ഈ കടകംപള്ളി ഈ ഭൂമി ജയശങ്കർ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ രവി പിള്ളയുടെ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആണ്, അല്ലെങ്കിൽ മറ്റ് കമ്പനികളിൽ മറ്റ് നേതാക്കളുടെ മക്കളുണ്ട് എന്നുള്ളതും ഇതുമൊക്കെ തമ്മിൽ ഇങ്ങനെ ബന്ധിപ്പിച്ച് അപസർപ്പക കഥകൾ മെനയുമ്പോൾ അതിൽ നെല്ലെത്ര പതിരെത്ര എന്ന് പരിശോധിക്കേണ്ടേ? ഊഹങ്ങൾക്കപ്പുറത്ത് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ടാകും? അല്ല, ഇതൊക്കെ നമ്മൾ ഈ ഒരു സർക്കാർ ഭരണം തുടങ്ങി 4 മാസമാകുമ്പോഴത്തേക്ക് ഇതുപോലൊരു ആരോപണം ഉണ്ടാകുന്ന ചെറിയ കാര്യമല്ല. ഞാനതിൻ്റെ രാഷ്ട്രീയ വശമാണ് പറയുന്നത്. പല നേതാക്കന്മാരുടെയും ബന്ധുക്കൾ ഗൾഫിലും മറ്റും പല മുതലാളിമാരുടെയും സ്ഥാപനങ്ങളിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുണ്ട്. അവർ ആ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് നമുക്കറിയാം. UDFിലാണെങ്കിലും LDFിലാണെങ്കിലും BJPയിലാണെങ്കിലും ഇങ്ങനെ നേതാക്കന്മാരെ എന്തിനാണ് മക്കളെ വിദേശത്ത് അയക്കുന്നത് വെച്ചാൽ അവർ വിദേശത്തുനിന്ന് വളരെയധികം ദീനാറോ അല്ലെങ്കിൽ ദിർഹമോ സമ്പാദിച്ച് ഇവിടെ കൊണ്ടുവന്ന് വലിയ മാളിക പണിയാൻ വേണ്ടിയിട്ടല്ല. ഈ രാഷ്ട്രീയത്തിലുള്ള അവരുടെ ബന്ധുക്കൾ ഉണ്ടാക്കുന്ന കള്ളപ്പണം വെള്ളപ്പണമാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോൾ ആരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ മകൻ അവിടെ ജയിലിൽ പോകുമെന്നുള്ള ഘട്ടത്തിലെത്തിയപ്പോൾ ഈ നാട്ടിലേക്ക് കടന്ന് രക്ഷപ്പെട്ടെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ മുതലാളിയും തൊട്ട് താഴെയുള്ള ആളും വളരെ കാലം ഒരു അറബി രാജ്യത്ത് ഗോതമ്പുണ്ട കഴിച്ച് കഴിഞ്ഞായിട്ട് നമുക്കറിയാം. മുതലാളി കഴിഞ്ഞ ദിവസമാണ് ജയിലിൽ നിന്ന് പുറത്ത് വന്നത്. ഈ കഴിഞ്ഞ ഈദ് പ്രമാണിച്ച് പൊതുമാപ്പ് പ്രഖ്യാപിച്ചപ്പോഴാണ് അദ്ദേഹം പുറത്ത് വന്നത്. ആ കഥയൊന്നും ഇപ്പോൾ പറയേണ്ട, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ പ്രശ്നം അതല്ല. ഒരു സർക്കാർ ഭരണം തുടങ്ങി 4 മാസമാകുമ്പോഴേക്കും ഇതുപോലെ ഭീകരമായ ഒരു ആരോപണം ഉണ്ടാകും. അതേ തുടർന്ന് ഒരു മന്ത്രി രാജിവെക്കേണ്ട ഘട്ടത്തിലേക്ക് പോകുന്നു. അത് തീർച്ചയായിട്ടും നിർഭാഗ്യകരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ജനങ്ങൾ ഈ LDFനെ വിജയിപ്പിച്ചത്? ഞാനും LDFന് വോട്ട് ചെയ്ത ആളാണ്. എന്തിനു വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തത്? ഈ കോൺഗ്രസിൻ്റെ അതിഭയാനകമായ അഴിമതി, അല്ലെങ്കിൽ കെടുകാര്യസ്ഥത, വർഗീയത, അതുപോലെയുള്ള കാര്യങ്ങൾ, അതിനേക്കാളൊക്കെ രൂക്ഷമായ വിലക്കയറ്റം, ഇതൊക്കെ കൊണ്ട് പൊറുതിമുട്ടിയിട്ട് ജനങ്ങൾ നെഗറ്റീവ് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ സർക്കാരിന് വലിയ ജാഗ്രത ഉണ്ടാവേണ്ടതാണ്. പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ സർക്കാരിൽ നിന്ന്. കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു, മാണിയുടെ അഴിമതിയെക്കുറിച്ച് പറഞ്ഞു, ബാബുവിൻ്റെ അഴിമതിയെക്കുറിച്ച് പറഞ്ഞു, വേറെ പല ആളുകളുടെ അഴിമതിയെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ പറയാൻ മറന്നുപോയ വേറെ ഒരുപാട് അഴിമതികളുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആ അഴിമതികൾക്ക് ഒരു ഒറ്റമൂലിയായിട്ടാണ് ഈ സർക്കാരിനെ വിജയിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സർക്കാരിന് ഒരു ഉത്തരവാദിത്തമുണ്ട്. അത് മാത്രമല്ല, ഒരു മന്ത്രിക്ക് ഒരു വീഴ്ച പറ്റി, ഏതോ ഒരാൾ തെറ്റിദ്ധാരണയുടെ പേരിൽ അപ്പോയിന്റ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ അപ്പോയിന്റ് ചെയ്യപ്പെട്ട ആൾ നിയമിച്ച മന്ത്രിയുടെ വളരെ അടുത്ത ബന്ധുവാണ് എന്ന് മാത്രവുമല്ല, അദ്ദേഹത്തിന് യാതൊരു യോഗ്യതയില്ലെന്ന് വേറെ ആരെക്കാളും നന്നായിട്ട് അറിയാവുന്ന മന്ത്രിക്ക് തന്നെയാണ്.
അത് മന്ത്രി ആരാണ്? CPM-ന്റെ ഒരു ലോക്കൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി മെമ്പറോ അല്ല, കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഇവിടെ ഡീൻ കുര്യാക്കോസ് പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ട്, അദ്ദേഹം പറഞ്ഞ് രാഷ്ട്രീയമായിട്ടായിരിക്കും. എങ്കിൽ പോലും ഈ ജയരാജൻ സാന്റിയാഗോ മാർട്ടിനടുത്ത് 2 കോടി വാങ്ങിച്ചാണ്. അന്ന് പാർട്ടി അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുത്തു. ദേശാഭിമാനിയുടെ ജനറൽ മാനേജർ സ്ഥാനത്ത് നിന്ന് ഒരു 6 മാസത്തേക്ക് മാറ്റി നിർത്തി. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ വീണ്ടും ആ സ്ഥാനത്ത് നിയമിച്ചു. അപ്പോഴാണ് അദ്ദേഹം ചാക്ക് രാധാകൃഷ്ണൻ്റെ പരസ്യം മേടിച്ച് പാലക്കാട് പാർട്ടി പ്ലീനം തെറ്റുതിരുത്തൽ നടപടികൾക്ക് തീരുമാനിക്കുന്നു. തെറ്റുതിരുത്തൽ നടപടി തീരുമാനിച്ച ദിവസമാണ് ഈ പരസ്യം വരുന്നത്. ചെറിയ കാര്യമല്ല. വേറെ ഏതെങ്കിലും ദിവസമാണ് ഈ പോട്ടെന്ന് വയ്ക്കാം. ആ ദിവസം ഈ പാർട്ടി പ്ലീനത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പരസ്യം കൊടുക്കുന്നു ആര്? ചാക്ക് രാധാകൃഷ്ണൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അത് തെറ്റ് തിരുത്തണം എന്ന് പറയല്ലേ ഇത്. ഇവിടെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത മനോജ് പോലും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ഈ പരസ്യം കണ്ടപ്പോൾ എനിക്ക് അതിഭയങ്കരമായ ലജ്ജ തോന്നിയതാണ്. പക്ഷേ മിനിറ്റുകൾക്കകത്ത് അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകത്ത് മനോജിന് പോസ്റ്റ് പിൻവലിക്കേണ്ടത്. കാരണം എന്താ? ഈ പരസ്യം ഒരു ശരിയായ പരസ്യമാണ്, പരസ്യത്തിന് പ്ലീനമില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. മനസ്സിലായി? പാർട്ടി ആ വ്യാഖ്യാനം തൊടാതെ വിഴുങ്ങി. അന്ന് ജയരാജനെ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് ഈ ദുർഗതി ഇന്ന് ഈ മുന്നണിക്കും അതാണ് താങ്കളുടെ നിരീക്ഷണം. ഡീൻ കുര്യാക്കോസ്, ആശ്രിത നിയമനമോ ബന്ധു നിയമനമോ ആയി വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ റദ്ദാക്കപ്പെടുമെന്ന് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ടി വരും. കാരണം അത് പരിശോധിക്കാനാണ് ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ തെറ്റ് ചെയ്ത മന്ത്രി രാജിയും വെക്കുകയാണ് എങ്കിൽ ഈ വിഷയം അവസാനിച്ചോ? ഈ വിഷയത്തിലെ പ്രതിഷേധങ്ങൾ അവസാനിച്ചോ? അല്ല, ഇതിനകത്ത് എൻ്റെ അഭിപ്രായത്തിൽ EP ജയരാജൻ്റെ കേസ് ഇനി അദ്ദേഹത്തിൻ്റെ രാജിയിൽ അവസാനിച്ചാലും ഇതിവിടെ അവസാനിക്കുന്നില്ല. കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ സമീപനം വളരെ വ്യക്തമല്ലേ. ഇനിയിപ്പോൾ ബഹുമാനപ്പെട്ട കുഞ്ഞിക്കണ്ണൻ സഖാവ് പറഞ്ഞത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാദഗതി ജയരാജൻ്റെ പ്രശ്നം അവിടെ അവസാനിപ്പിച്ച് ജയരാജൻ തെറ്റ് ചെയ്തു, മുഖ്യമന്ത്രി തിരുത്തി എന്നുള്ളതാണല്ലോ. പക്ഷെ തെറ്റ് ചെയ്താലും എന്തിനു വേണ്ടി അതിലേക്ക് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് നയിക്കപ്പെട്ടു? ഇത് അഴിമതിക്ക് വേണ്ടി മാത്രമാണ് KSIE-യുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ MD ആയി നിയമിച്ചത് എന്നത് പകൽ പോലെ വ്യക്തമാണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശശുദ്ധി എന്നുള്ളത് പരിഗണിക്കപ്പെടണം. അപ്പോൾ ഇത് ഈ ഗവൺമെൻറ്റിൻ്റെ സമീപനം തന്നെയാണ്. അത് ഒരിടത്ത് മാത്രമല്ല, ഇവിടെ എത്രയോ ഉദാഹരണങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ജയരാജൻ സഖാവിൻ്റെ വകുപ്പിൽ, കായിക വകുപ്പിൽ സ്പോർട്സ് കൗൺസിൽ ചെയർമാനായി നിയോഗിക്കപ്പെട്ട TP ദാസൻ അഴിമതി ആരോപണമുള്ളയാളാണ്. അഞ്ജു ബോബി ജോർജിനെ സ്വജനപക്ഷപാത എന്താ പറയുക, അതിൻ്റെ പേരിൽ ആരോപണം ഉന്നയിച്ച് മാറ്റി നിർത്തി TP ദാസനെ നിയോഗിച്ചപ്പോൾ ഏറ്റവും വലിയ സ്പോർട്സ് ലോട്ടറി കുംഭകോണത്തിൽ പ്രതിയാക്കപ്പെട്ട അദ്ദേഹം തന്നെ ചെയർമാനാകുന്നു. ഒന്ന്. പിന്നീട് വന്നിട്ടുള്ള ഈ വിവാദം ഉണ്ടായതിനു ശേഷം വന്ന എല്ലാ നിയമനങ്ങളും പരിശോധിക്കപ്പെട്ടല്ലോ. മേഴ്സിക്കുട്ടി അമ്മയുടെ വകുപ്പിൽ അവിടെ കശുവണ്ടി വികസന കോർപ്പറേഷനിൽ MD ആയി നിയോഗിക്കപ്പെട്ട സേവ്യർ എന്ന് പറയുന്ന ബന്ധു അഴിമതി ആരോപണമുള്ളയാളാണ്. ക്യാപെക്സിന്റെ MD ആയി ജനറൽ മാനേജറായി നിയമിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരാൾ, അദ്ദേഹവും അഴിമതി ആരോപണമുള്ളയാളാണ്. കേരള അഗ്രോ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷന്റെ MD ആയി നിയോഗിക്കപ്പെട്ട സുരേഷ് കുമാർ അഴിമതി കേസിൽ പ്രതിയായി തമിഴ്നാട്ടിൽ ജയിലിൽ കിടന്നിട്ടുള്ളയാളാണെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതോടൊപ്പം വന്നിട്ടുള്ള ഹൈക്കോടതിയിൽ അഭിഭാഷക നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ബന്ധു അടക്കം തന്നെ വന്നത് ഇതെല്ലാം എല്ലാ തരത്തിലും ഇനി പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് എന്ന് വരുന്നു. അപ്പൊ ഇത് ഗവൺമെന്റിന്റെ സമീപനം പകൽ പോലെ വ്യക്തമാണ്. ഈ നിയമനങ്ങളെല്ലാം ക്രമവിരുദ്ധമായി വന്നിട്ടുള്ള മുഴുവൻ നിയമനങ്ങളും അഴിമതിക്ക് വേണ്ടി തന്നെയാണ്. അപ്പൊ ഉദ്ദേശശുദ്ധി വ്യക്തമാണ്. അഴിമതിക്കെതിരെ എന്ന് പറഞ്ഞ് വമ്പ് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഗവൺമെന്റ് പൂർണ്ണമായും അഴിമതിക്ക് വേണ്ടി ബന്ധുക്കളെയും പാർശ്വവർത്തികളെയും നിയമിച്ചുകൊണ്ട് ഈ തരത്തിലുള്ള സമീപനവുമായി ഈ സമീപനം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, താഴെത്തട്ടിൽ നടത്തുന്ന താൽക്കാലിക നിയമനങ്ങൾ മുതൽ ഇങ്ങോട്ട് പലപ്പോഴും യോഗ്യതയില്ലാത്തവരെ രാഷ്ട്രീയ താല്പര്യം കൊണ്ട് തിരുകി കയറ്റാറുണ്ട്. അതിന് വരുന്ന സർക്കാരുകൾ സാധൂകരണം നൽകാറുണ്ട്. അതൊരു പ്രക്രിയയായി തുടർന്ന് പോരുന്ന സംഗതിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലേക്ക് ഒരു വിവാദ നിയമനമൊക്കെ നടക്കുമ്പോൾ ചർച്ച നടക്കുമെന്നതിനപ്പുറത്ത് അതല്ലാതെ ഈ നിയമനങ്ങളൊക്കെ വലിയ തോതിൽ ചർച്ചയാകാറോ പരിശോധിക്കപ്പെടാറോ ഇല്ല. ഇവിടെ ഈ നിയമനങ്ങൾ സംശുദ്ധമാക്കുന്നതിന്, സ്വജനപക്ഷപാതരഹിതമാക്കുന്നതിന് ഇപ്പോൾ ഈ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ നടപടിയുമായി ഇറങ്ങിത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ നടപടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഈ വിവാദം അങ്ങനെ ഗുണപരമായി പരിവർത്തനപ്പെടുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഇവിടെ നമ്മൾ രാഷ്ട്രീയത്തിൽ പ്രശ്നമായി വരുന്നത് കറപ്ഷൻ ഇൻ ഹൈ പ്ലേസസ് ആണ്. എന്നാൽ താഴെയുള്ള കറപ്ഷൻ നല്ലതാണ് എന്നുള്ള അർത്ഥത്തിലല്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫായിട്ട് ആളുകളെ വെക്കുന്നു, അതുപോലെ തന്നെ അവർ വീട്ടിൽ ജോലിക്ക് ആളെ വെക്കുന്നു. വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ
വെക്കേണ്ടി വരുന്ന സമയത്ത് അതാത് പാർട്ടികൾ അവരുടെ ആളെ വെക്കാറുണ്ട്. അതിലൊന്നും നമ്മളിവിടെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ എടുക്കുന്നില്ല. ഞാൻ ഈ വിഷയത്തിൽ പൊളിറ്റിക്സാണ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ ഞാൻ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അല്ല ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് CPIM എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കഴിഞ്ഞ 10-20 വർഷക്കാലം കൊണ്ട് എന്തുമാത്രം ദുഷിച്ചിരിക്കുന്നു, എന്തുമാത്രം ഡിറ്റോറേറ്റ് ചെയ്തിരിക്കുന്നു. ആ ഡിറ്റോറേഷൻ്റെ, ആ ദുഷിപ്പിൻ്റെ അല്ലെങ്കിൽ ആ തകർച്ചയുടെ റിസൾട്ടാണ് ഇവിടെ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ എവിടെയെങ്കിലും ഒരു ആളെ വെച്ചു, പ്യൂണിനെ വെച്ചു, അല്ലെങ്കിൽ ക്ലർക്കിനെ വെച്ചു, ടൈപ്പിസ്റ്റിനെ വെച്ചു, ഡ്രൈവറെ വെച്ചു, അതിലൊക്കെ ഭൂതക്കണ്ണാടി വെച്ച് നോക്കേണ്ട ആവശ്യം രാഷ്ട്രീയ മണ്ഡലത്തിലില്ല. അതൊക്കെ അതാത് സ്ഥലത്ത് നടക്കേണ്ട പാർട്ടികളും അവരുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നോക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ എംപ്ലോയ്മെൻ്റ് എന്നാണ് ഇപ്പോൾ കുറേ ആളുകൾ വരുന്നത്. ഇപ്പോൾ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ഏറെക്കുറെ കൃത്യമായിട്ടാണ് ലിസ്റ്റ് വരുന്നത്. എംപ്ലോയ്മെൻറ്റിൽ നിന്ന് വരുന്നവരെ തിരഞ്ഞെടുക്കാൻ ഒരാൾക്ക് സാധിക്കില്ല ഓൺലൈനായി. അത്തരത്തിലുള്ള മാറ്റം നടക്കണം. PSCയെ കുറിച്ച് വലിയ പരാതികൾ ഇപ്പോൾ PSCയെ കുറിച്ചില്ല. PSC അപ്പോയിൻമെൻറ്റുകൾ താരതമ്യേന അഴിമതിരഹിതമായിട്ടാണ് നടക്കുന്നത്. ഇതൊക്കെ വേറൊരു വിഷയമാണ്. ഇവിടുത്തെ വിഷയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുമ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പ്രബലമായി നിൽക്കുന്ന ഒരു സെക്ഷനെ, ലോബിയെന്നോ ഗ്രൂപ്പെന്നോ എന്തോ വേണ്ടി വിളിച്ചോളൂ, അവരിവിടെ വിദേശ മൂലധന ശക്തികളുമായിട്ടടക്കം ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ ലോബി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു, വലിയ ബിസിനസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. ആ ബിസിനസ്സിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തന്നെ, CPM-നെ തന്നെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ കുറേ കാലമായി നടക്കുന്ന പിണറായി വിഭാഗം എന്ന് പറയുന്ന ഗ്രൂപ്പിസം, പ്രത്യേകിച്ചും അച്യുതാനന്ദനെതിരായതിനു ശേഷവും അച്യുതാനന്ദൻ ഒരുമിച്ചുള്ളതിന് ശേഷവും അച്യുതാനന്ദനെതിരായ ശേഷം പ്രത്യേകിച്ചും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന രാഷ്ട്രീയ പാപ പ്രക്രിയയുടെ ഒരു വിസ്ഫോടനമായിട്ടാണ് ഞാൻ ഈ അപ്പോയിൻമെന്റിനെ കാണുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരാളെ വെച്ചു അതിനകത്തൊരു ഒരു എന്താ പറയുക, ഒരു കുത്തോ പുള്ളിയോ വിട്ടുപോയി എന്ന രീതിയിലല്ല. അവിടെയാണ് സുധീർ നമ്പ്യാർ, ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും മറ്റുള്ളവർ പറഞ്ഞു, ഞാൻ പറയാൻ ആഗ്രഹിച്ചില്ല. ആ സുധീർ നമ്പ്യാർ എന്ന വ്യക്തി എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കഴിഞ്ഞ 10 വർഷക്കാലമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് എന്നതിപ്പോൾ വ്യക്തമായല്ലോ. അതുപോലെ തന്നെ നേരത്തെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിച്ചതല്ല, കണ്ണൂർ രൂപപ്പെട്ട നമ്പ്യാർ സഭ, ആ നമ്പ്യാർ സഭയുടെ നേതാവല്ലേ, ആ നമ്പ്യാർ സഭയല്ലേ ശ്രീമതി ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും സജീവമായി പ്രവർത്തിച്ചത്? ആ നമ്പ്യാർ സഭയുടെ സ്ഥാനാർത്ഥിയല്ലേ, അല്ലെങ്കിൽ അവരുടെ ഒരു വക്താവായിരുന്നില്ലേ ഇദ്ദേഹം? സ്ഥാനാർത്ഥിയല്ല, വക്താവായിരുന്നില്ലേ ഇദ്ദേഹം? അപ്പം അത്തരത്തിൽ എന്തും ചെയ്യാം, എന്ത് ചെയ്തും എങ്ങനെയെങ്കിലും അധികാരമുണ്ടാക്കുക, പണമുണ്ടാക്കുക. ആ പണം കൊണ്ട് പാർട്ടിയുടെ സ്ഥാപനങ്ങൾ ആദ്യം പിടിച്ചെടുക്കുക, ഇനി പൊതുമേഖലാ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുക, എന്നിട്ട് വിദേശത്തുള്ള പ്രത്യേകിച്ചും ഗൾഫിലുള്ള അവരുടെ രാഷ്ട്രീയ കച്ചവട ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും എംപയർ ഉണ്ടാക്കുക. അത്തരത്തിലുള്ള ബിസിനസ് എംപയർ ബിൽഡിങ്ങിന്റെ ഭാഗമാണ് ശരി. അത് വളരെ ഗൗരവതരമായ ആരോപണമാണ്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ നേരത്തെയും അദ്ദേഹം ഉന്നയിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അതേ ആരോപണമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജീർണത എന്ന് വിശേഷിപ്പിക്കുന്നത് പലതരത്തിലാണ്. ഈ EP ജയരാജൻ വ്യവസായ മന്ത്രി ആകുമ്പോഴല്ലോ ആദ്യമായി വിവാദം ഉണ്ടാകുന്നത്. നേരത്തെ ഈ ചർച്ചയിൽ തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള സാമ്പത്തിക ആരോപണങ്ങൾ തന്നെ, അല്ലെങ്കിൽ മുതലാളിമാരുമായുള്ള ബന്ധം തന്നെ അദ്ദേഹത്തിന് മേൽ ആരോപിക്കപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഇടതുമുന്നണിക്ക് ഒരു മന്ത്രിസഭ രൂപീകരിക്കേണ്ട വേളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായ വകുപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലെത്തുകയാണ്. വ്യവസായ വകുപ്പിന് പലതരത്തിലാണ് പ്രസക്തി. മന്ത്രിസഭയിലെ രണ്ടാമനായി, മുഖ്യമന്ത്രിയുടെ വലം കൈയായി അദ്ദേഹം തന്നെ പ്രതിഷ്ഠിക്കപ്പെടുകയാണ്. അപ്പോൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളിലൊന്നും ഒരു തിരുത്തലും ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കണമല്ലോ. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ തന്നെ ഹാൻഡ് പിക്ക് ചെയ്ത് വ്യവസായ വകുപ്പ് ഏൽപ്പിക്കില്ലല്ലോ. അപ്പോൾ ഇത് ആകപ്പാടെ സംഭവിച്ചിട്ടുള്ള ജീർണതയുടെ ഉദാഹരണമായി ആളുകൾ ചൂണ്ടിക്കാട്ടും. അല്ല, അങ്ങനെ ഒരു പ്രചരണപരമായ പ്രതീതി ഇത്തരം ചർച്ചകളിലൂടെ സൃഷ്ടിച്ചെടുക്കാൻ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ ദിവസക്കാലമായിട്ട് ആ ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ CP ജോൺ ഇവിടെ ചൂണ്ടിക്കാണിച്ചൊരു പ്രശ്നം, ഇന്ത്യയിലെ ബൂർഷ്വാ പാർട്ടികൾക്കകത്ത് ജീർണതയുണ്ട്, വലിയ അപജയമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തും ഈ അപജയത്തിൻ്റെ സ്വാധീനമുണ്ട് എന്നാണ് CPM-ൻ്റെ സെൻട്രൽ കമ്മിറ്റി കണ്ടെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പാർട്ടിക്കകത്ത് ശക്തമായ ഒരു റെക്ടിഫിക്കേഷൻ, പ്ലീനോക്ക് അതിനു വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത്തരം റെക്ടിഫിക്കേഷൻ നടപടികളിൽ എന്താണ്, ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബൂർഷ്വാ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിനകത്ത് വ്യക്തികൾക്ക് പാർട്ടി നയപരമായി എടുക്കുന്ന, പാർട്ടി സ്വായത്തമാക്കാൻ ശ്രമിക്കുന്ന മൂല്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവണതകൾ വ്യക്തികളിൽ കാണാം. അത്തരം വ്യക്തികളെ പാർട്ടി കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, അത് നിയമത്തിൻ്റെ പ്രശ്നമാണ്, നിയമപരമായ നടപടിക്ക് വിധേയമാകും. ഈ രണ്ട് സമീപനം CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു വിട്ടുവീഴ്ചയില്ലാതെ സ്വീകരിച്ചിട്ടുണ്ട്.
ഇന്നിപ്പോൾ നിങ്ങളിപ്പോൾ ആരോപിക്കുന്ന പോലെ ഇങ്ങനെ ഭാവനാത്മകമായ കുറേ കഥകൾ അവതരിപ്പിച്ചിട്ട് സുധീർ നമ്പ്യാർ 10 വർഷക്കാലമായിട്ട് വലിയൊരു എംപയർ പണിയുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സമ്പദ്ഘടനയിലേക്ക് ഈ രീതിയിലുള്ള പെട്രോൾ ഡോളർ വരുന്നുണ്ടെന്നും ഈ പെട്രോൾ ഡോളറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സമ്പദ്ഘടന ഇവിടെ ശക്തിപ്പെടുന്നുണ്ടെന്നും അത് ഊഹക്കച്ചവടത്തിൻ്റെയും മറ്റു തല മണ്ഡലങ്ങളിലേക്ക് പോകുന്നുണ്ടെന്നും അതിൻ്റെ മുഖ്യ വക്താക്കളാണ് ഡീനും CP ജോണും പ്രതിദാനം ചെയ്യുന്ന UDF എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. CPM-മായി ബന്ധപ്പെട്ട ഞങ്ങളുടെ തെറ്റിദ്ധരുത്ത രേഖയിൽ പ്രധാനമായിട്ട് ഇത്തരം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ടുള്ള ബന്ധങ്ങൾ പരിശോധിക്കണമെന്നുള്ളതാണ്. കേന്ദ്ര കമ്മിറ്റി മുതൽ താഴെ ബ്രാഞ്ച് തലം വരെയുള്ള ഇത്തരം ബന്ധങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അത്തരം ബിസിനസ് ശൃംഖലകളുമായി ബന്ധമുള്ള ആളുകളെ പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് മാറ്റണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങളൊരു തെറ്റിദ്ധരുത്തൽ പ്രക്രിയയുടെ ഭാഗമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഉമ്മൻചാണ്ടിയുടെയും ചെന്നിത്തലയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള UDF എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ സാർവദേശീയ തലത്തിൽ തന്നെ രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഈ ഊഹക്കച്ചവടത്തിൻ്റെതായ പണമൊഴുകുന്ന ഒരു മൂലധനത്തിൻ്റെ പ്രധാനപ്പെട്ട നടത്തിപ്പുകാരായി കേരളം മാറുകയാണ്. ഇവിടെ ജിമ്മ് സംഘടിപ്പിച്ചതും അതിനുശേഷം കേരള വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമ്മിറ്റുകൾ സംഘടിപ്പിച്ചു. ഇതെല്ലാം തന്നെ എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? ഈ മൂലധന ശക്തികൾക്ക്. അല്ല, ഈ മൂലധന ശക്തി നെൽകൃഷി എന്തിനാണ് വയലുകളൊക്കെ കോർപ്പറേറ്റ് വൽക്കരണം എന്നൊക്കെ പറയുമ്പോൾ KT കുഞ്ഞിക്കണ്ണൻ, ശരി, ഇനി നിങ്ങൾ റെക്ടിഫിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഉള്ള നേതാക്കൾ ഇതിൽ നിന്ന് മാറി നിന്നാൽ മതി എന്നാണോ? ഈ സൂചിപ്പിക്കപ്പെടുന്ന നേതാക്കളുടെ ഒക്കെ മക്കൾ എന്തെങ്കിലും ഒരു തൊഴിലിനായി ഗൾഫിൽ പോവുകയും അവിടെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുകയും അവരുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ജോലി കൈകാര്യം ചെയ്യുകയും ഒക്കെ ആണെങ്കിൽ ആരും ആക്ഷേപിക്കുമെന്ന് തോന്നുന്നില്ല. ഗൾഫിലേക്ക് പോകാത്തവരല്ലല്ലോ കേരളത്തിലെ ആളുകളും മറ്റും. പക്ഷേ അങ്ങനെയല്ല, ഇവിടെയുള്ള ആളുകളുടെ തണലിൽ അവരുടെ സ്വാധീനത്തിന് വലിയ കമ്പനികളുടെ ഭാഗമാവുക, എന്നിട്ട് ഇവിടെ ഉള്ളവർ അവർ ഒരു സ്വാധീന ശക്തി ആയതുകൊണ്ട് അവർക്കുമേൽ ചെലുത്താൻ കഴിയുന്ന സ്വാധീനം ഈ ബിസിനസ് മാഗ്നറ്റുകൾക്ക് ചെലുത്താൻ അനുകൂലമായ സാഹചര്യം ഒരുങ്ങുക, അതിൻ്റെ ഡിവിഡൻഡ് അപ്പുറത്ത് ഗൾഫിൽ കിട്ടുക എന്നുള്ള നിലയിലേക്ക് ഒരു ബിസിനസ് സാമ്രാജ്യമായി പലതും വളർന്നു വരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാകുന്നത് ഏറ്റവും ഒടുവിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ. അല്ല, അഭിലാഷ് ഇപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങളിൽ അഭിലാഷിനെ മൂർത്തമായി കോൺക്രീറ്റ് ആയിട്ട് എന്ത് വിവരങ്ങളാണുള്ളതെന്നെങ്കിൽ ഈ ചാനൽ വഴിയോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ നിങ്ങൾ അവതരിപ്പിക്കുക, നമുക്കപ്പോൾ ചർച്ച ചെയ്യാം. കേരളം പോലെ ഒരു സമൂഹത്തിനകത്ത് വിദേശ ഗൾഫ് പണം, പെട്രോൾ ഡോളർ ഇതെല്ലാം ഒഴുകി വരുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇത് ഇവിടുത്തെ അധോലോക സമ്പദ്ഘടനയായ ഒരു പ്രത്യേക രീതിയിൽ മെർജ് ചെയ്തിരിക്കുന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പണം മുഴുവൻ കേരളത്തിൽ മുടക്കുന്നത് ഭൂമിയിലാണ്. ഭൂമിയെ ഒരു റിയൽ എസ്റ്റേറ്റ് വസ്തുവാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ ഭൂമിക്ക് മുകളിൽ റിയൽ എസ്റ്റേറ്റ് മൂലധന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇത്തരത്തിലുള്ള മാഫിയ ശക്തികളുടെ 1-ാം നമ്പർ വക്താക്കളാണ് UDF. 2008 തണ്ണീർത്തട നെൽവയൽ സംരക്ഷണ നിയമം ഈ മാഫിയ മൂലധന ശക്തികൾക്ക് കയറിടാനുള്ളതായിരുന്നു. ആ നിയമത്തിലൊരു വകുപ്പ് എൻ്റെ കയ്യിൽ കോഴിക്കോട് നഗരത്തിൽ ഒരു സർവേ നമ്പറിൽ 5 സെന്റോ 6 സെന്റോ ഒരു കെട്ടിടവും സ്ഥലവും ഉണ്ടെങ്കിൽ അതിനോട് തൊട്ടു നിൽക്കുന്ന ചതപ്പ് നിലം എനിക്ക് നികത്താൻ അനുമതി നൽകുന്ന രീതിയിൽ നമ്മുടെ തണ്ണീർത്തട നെൽവയൽ സംരക്ഷണ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആവർത്തിച്ചു പറയുന്നത് UDF അല്ല LDF, കോൺഗ്രസ് അല്ല CPIM എന്ന് നിങ്ങൾക്ക് കാണാനാകും. അത് കണ്ടോളൂ. ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കാണാൻ പോവുകയാണെന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് ഈ വ്യതിരിക്തത ബോധ്യമാകും വണ്ണം, സമൂഹത്തെ ബോധിപ്പിക്കും വണ്ണമുള്ള നടപടികളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതുവരെ? അല്ല, ഇവിടെ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു കേട്ടപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. അഭിലാഷിന് അറിയാവുന്ന ഒരു സ്ഥലം ഞാൻ പറയാം. നമ്മുടെ എടപ്പള്ളി മേൽപ്പാലം, നമ്മുടെയൊക്കെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു. വലിയ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിരുന്ന സ്ഥലമാണ്. അതിൻ്റെ ഉദ്ഘാടനത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നില്ല. അദ്ദേഹത്തിന് സമയം കിട്ടില്ല. എനിക്ക് അതിൽ ഇതില്ല, ഭരിക്കുന്ന തിരക്കിൽ സമയം കിട്ടാത്തതിൽ കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ തൊട്ടുപുറകിലുള്ള ലുലു മാളിൽ ദോഹ ബാങ്കിൻ്റെ ശാഖ ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമയം കിട്ടി. കാരണം എന്താ? അത് യൂസഫ് അലി മുതലാളിയുടെ സ്ഥലത്തിരിക്കുന്നതാണ്. മുതലാളിമാരോടാണ് ഇദ്ദേഹത്തിന് പ്രാഥമികമായ പ്രതിപത്തി. മുതലാളിയുടെ ലുലു മാളിൽ പ്രവർത്തിക്കുന്ന ദോഹ ബാങ്കിൻ്റെ ശാഖ ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമയം കിട്ടി. മേൽപ്പാലം ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹത്തിന് സമയം കിട്ടിയില്ല. കാരണം എന്താ? മേൽപ്പാലം എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള ദാരിദ്ര്യവാസികൾക്കുള്ളതാണ്, മറ്റത് വലിയ വലിയ മുതലാളിമാർക്കുള്ളതാണ്. ഇത്രയുള്ള വ്യത്യാസം. LDF വരും, എല്ലാം ശരിയാവും. വേറൊന്നും കൂടുതൽ പറയാനില്ല. റൈറ്റ്. അങ്ങനെ ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അവസാനമായി വലിയ മുതലാളിമാരോട് ചങ്ങാത്തം കൂടുന്ന കാര്യത്തിൽ കൂടി ഒരു പരിശോധന നടത്തേണ്ടി വരുമോ ഈ പശ്ചാത്തലത്തിൽ? ഇപ്പോൾ ഭരണപരമായ നടപടികളെടുത്തു, രാഷ്ട്രീയപരമായ നടപടികളെക്കുറിച്ച് സ്വാഭാവികമായും CPIM ചർച്ച ചെയ്യുകയാണല്ലോ സെക്രട്ടേറിയറ്റിൽ. അപ്പോൾ ഈ ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ പ്രശ്നം വരുമോ അതിൽ?
ചങ്ങാത്ത മുതലാളിത്തടക്കമുള്ള ഗഹനമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ ഒരു സൈദ്ധാന്തികമായ പരിശോധനയൊക്കെ നമുക്കാകാം. കേരളത്തിലെ മുഖ്യമന്ത്രി മേൽപ്പാൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് പോലെ തന്നെ കേരളത്തിൽ ആരെങ്കിലും ഒരു നിക്ഷേപ നടത്തുമ്പോൾ മുഖ്യമന്ത്രി എന്ന നിലക്ക് അതിൽ പോകേണ്ടി വരും. യൂസഫ് അലി എന്ന് പറയുന്ന ഇവിടുത്തെ UDF LDF ഒക്കെ തന്നെ യൂസഫ് അലി വിദേശത്ത് പോയി തെറ്റായ മാർഗങ്ങളിലൂടെ പണമുണ്ടാക്കുന്ന ഒരാളായിട്ട് കാണുന്നു ഞാൻ കരുതുന്നില്ല. പണമുണ്ടാക്കുന്നത് ഒരു തെറ്റല്ല, പക്ഷെ തെറ്റായ മാർഗങ്ങളിലൂടെ പണമുണ്ടാക്കുന്നതാണ് പ്രശ്നം. തെറ്റായ മാർഗങ്ങളിലൂടെയാണ് അദ്ദേഹം പണമുണ്ടാക്കുന്നതെങ്കിൽ ജയശങ്കറിന് അത് ഉന്നയിക്കാലോ. അദ്ദേഹം ഏത് വഴിയിലൂടെയാണ്, ഏത് അധോലോക വഴികളിലൂടെയാണ് അദ്ദേഹം പണമുണ്ടാക്കുന്നത്. അപ്പോൾ ബിസിനസ്സുകാർക്ക് ഒരു ഭരണാധികാരി എന്ന നിലക്ക് ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്, പ്രത്യേകിച്ച് കേരളത്തിലേക്ക് കുറേ പണമൂലധനം എത്തിക്കാൻ കഴിയുന്ന ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഈ കോർപ്പറേറ്റ് മാഫിയ ബന്ധമായിട്ടൊക്കെ ആരോപിക്കുന്നത് എവിടെ നിന്നുകൊണ്ടാണ്, ഏതൊരു ലോകത്ത് നിന്നുകൊണ്ടാണ്? അപ്പം ഞാൻ പറയുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇന്ന് ആഗോളവൽക്കരണവും നിയോലിബറൽ നയങ്ങളൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കകത്തും വ്യതിയാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയൊക്കെ ഭാഗമായി ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളുള്ള ഒരു കോൺഗ്രസ് അല്ലല്ലോ ഇന്നത്തെ കോൺഗ്രസ്. തീർച്ചയായും പുത്തൻ പണക്കാരുടെ തീർച്ചയായും ബൂർഷ്വാ സമൂഹത്തിലെ ജീർണതകൾ ഏതളവ് വരെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലാകാം എന്നും നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. വളരെ നന്ദി ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ CP ജോൺ, ശ്രീ ഡീൻ കുര്യാക്കോസ്, ശ്രീ PM മനോജ് ചർച്ചയിൽ പങ്കെടുത്തതിന്.